ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധന പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അവബോധന പരിപാടിയാണ് നിഡാസ് ചെയ്തു വരുന്നത്. ഇന്നത്തെ സെഷൻ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള സ്ക്രീനിൽ കോർഡിനേറ്റർ നിഡാസ് എന്ന് പറഞ്ഞ ഐക്കൺ പിൻ ചെയ്യേണ്ടതാണ്. കോർഡിനേറ്റർ നിഡാസ് എന്ന് പറഞ്ഞ പാർട്ടിസിപ്പന്റിനെ പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ സെഷനിൽ ഗൂഗിൾ മീറ്റിലൂടെയും യൂട്യൂബ് ചാനലിലെയും സ്ട്രീമിങ്ങിലൂടെയും കാണാവുന്നതാണ്. പക്ഷാഘാതം, മാനസിക പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സൈക്കോളജി വിഭാഗം അധ്യാപികയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ജീന മാത്യു ആണ്. ഈ മേഖലയിലെ മാഡത്തിന്റെ പരിചയസമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് മുതൽക്കൂട്ടാണ്. പങ്കെടുക്കുന്ന ഏവരുടെയും ശ്രദ്ധയ്ക്ക് ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ആ ലിങ്ക് കയറി ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. എല്ലാവരും ആ ഒരു ചോദ്യാവലി പൂരിപ്പിക്കേണ്ടത് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. തുടർന്ന് സെഷൻ കൈകാര്യം ചെയ്തതിനായി ജീന മാത്യു മാഡത്തിനെ ക്ഷണിച്ചു. നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കായിട്ട് സ്ട്രോക്ക്, അതിന് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് വരുന്ന ആൾക്കും അല്ലെ അതിനെ പരിചരിക്കുന്ന ആൾക്കാർക്കും ജീവിതത്തെ മാറ്റി നിർത്തുന്ന അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പാരലൈസ്ഡ് ആവുന്ന അവസ്ഥയായിരിക്കാം, ഒരു സൈഡ് വീക്ക് ആവുന്ന പോലെ, സംസാരത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, കൂടുതലായിട്ടും ഈ വക പ്രശ്നങ്ങളായിരിക്കും സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക. പക്ഷെ ശാരീരിക ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ അതിന് ഒരുപാട് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെ മാനസിക ബുദ്ധിമുട്ടുകളും അതിന് ഉണ്ടാകാറുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തയോട്ടം പെട്ടെന്ന് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബ്ലീഡിങ് ആകുന്ന അവസ്ഥയായിരിക്കാം സ്ട്രോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് പ്രവർത്തിക്കണമെങ്കിൽ കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിനിന്റെ ഓരോ സെൽസ് അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ആ ബ്രെയിൻ സെൽസ് അല്ലെ ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിനിന് കിട്ടേണ്ട ഓക്സിജനും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് തടസ്സം വരുമ്പോഴാണ് നമുക്ക് അവിടെ സ്ട്രോക്ക് സംഭവിക്കുക. പ്രധാനമായിട്ടും 3 തരത്തിലാണ് സ്ട്രോക്ക് ഉള്ളത്. ആദ്യത്തെ പറയുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ്, ഇസ്ചമിക് സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലഡ് ബ്ലീഡ് ആവുന്ന അവസ്ഥയാണ് തലച്ചോറിലേക്ക്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മിനി സ്ട്രോക്ക് അവസ്ഥയാണ്, ചെറിയ രീതിയിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ്. ഇതിൽ ആദ്യത്തെ സ്ട്രോക്ക് നോക്കുമ്പോൾ ഇസ്ചമിക് സ്ട്രോക്ക് നോക്കുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ. അപ്പം അവിടെ ഉള്ളവർക്ക് ചെറുതായിട്ടൊരു സ്പീച്ചിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഹെമറേജ് വരുമ്പോഴാണ് കൂടുതലായിട്ടും പാരാലിസിസ് ആവുക, കോൺഷ്യസ് പോകുന്ന അവസ്ഥ, ബോധം പോകുന്ന അവസ്ഥ, തലവേദന, അതൊക്കെ ഹെമറേജിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. മിനി സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അതൊരു വാണിംഗ് സൈനാണ് കൂടുതലായിട്ടും സ്ട്രോക്കിന്റെ. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റിക്കവർ ആവുന്ന അവസ്ഥയോടാണ്. നമ്മൾ ഒരാൾക്ക് സ്ട്രോക്ക് ആണ് അല്ലെ സ്ട്രോക്ക് വരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് ഭാഷയുണ്ട്. തുടക്കത്തിൽ അത് ഫാസ്റ്റ് എന്നുള്ള വാക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് അപ്ഡേറ്റഡ് ആക്കി ബി ഫാസ്റ്റ് എന്നുള്ള വാക്കാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബി എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാലൻസ് ആണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് പോകുന്ന അവസ്ഥ, നമുക്ക് തല കറങ്ങുന്നു, നടക്കുമ്പോൾ വീട്ടിൽ പോകുന്ന അവസ്ഥ, അതാണ് ബി കൊണ്ട് ബാലൻസ് ഉദ്ദേശിക്കുന്നത്. ഇ എന്നത് ഐ, നമ്മൾ കാഴ്ച മങ്ങുന്ന പോലെ തോന്നും, വിഷൻ ബ്ലഡ് ആവുന്ന പോലെ തോന്നും. പിന്നെ എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖഭാവത്തിന് വ്യത്യാസം വരിക. ഇപ്പൊ മുഖം ഒരു സൈഡിലോട്ട് കോടി പോകുന്ന പോലെ തോന്നും. അപ്പൊ നമ്മൾ ആളോട് ചിരിക്കാനായിട്ട് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ചിലപ്പോൾ ചിരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ലായിരിക്കാം, ഒരു സൈഡിലോട്ട് മുഖം കോടി പോകുന്ന അവസ്ഥയായിരിക്കാം. പിന്നെ എ എന്ന് പറയുമ്പോൾ കൈയുടെ ചലനങ്ങൾ, കൈയുടെ
നമ്മള് കൈ വീക്ക് ആവുന്ന പോലെ തോന്നും. നമ്മൾ കൈ ഒന്ന് പൊക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കൈ പൊക്കാനായിട്ട് ആർക്കും പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പിന്നെ സംസാരിക്കുന്ന രീതി, സംസാരം ക്ലിയർ അല്ലാത്തതുപോലെ മാറുക, ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ എടുക്കേണ്ട ടൈംലി മാനേജ്മെന്റിനാണ് ടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അത്രയും വേഗം തന്നെ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. എത്രയും വേഗം ആ വ്യക്തിക്ക് ചികിത്സ സാധ്യമാക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രോക്ക് പോലുള്ള അവസ്ഥയിൽ എത്രയും വേഗം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നോ അത്രത്തോളം ബ്രെയിനിന് ഡാമേജ് വരുന്നത് കുറയും. അതേപോലെ തന്നെ ഡിസബിലിറ്റിയുടെ ശതമാനവും കുറയും. ഓക്കെ, ഇതാണ് സ്ട്രോക്കിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ. ഇനി നമ്മൾ സ്ട്രോക്കിന്റെ ഒരു പ്രിവലൻസ്, എത്രത്തോളം സ്ട്രോക്ക് ഇപ്പം കണ്ടുവരുന്നതാണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 1990 76% സ്ട്രോക്ക് 2021 ആകുമ്പോൾ 88% കൂടുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ഗോവ, കേരളം, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് സ്ട്രോക്കിന്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത്. മരണനിരക്കും 45 നിന്ന് 55%, വൈകല്യ നിരക്ക് 1259 നിന്ന് 1324 വർദ്ധിച്ചു. ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ മരണത്തിന് കാരണമാകുന്ന 4ാമത്തെയും ഭിന്നശേഷിക്ക് കാരണമാകുന്ന 5ാമത്തെയും പ്രധാന സ്ട്രോക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് എന്ന്. ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം ഒരു കാരണമാകാം. ഡയബറ്റിക്സിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ അതിനും ഒരു കാരണമാകാം. ഡിസ്ലിപിഡീമിയ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ സ്ട്രോക്കിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പുകയില ഉപയോഗം, മദ്യപാനം, ആ ബുദ്ധിമുട്ടുകളൊക്കെ സ്ട്രോക്കിന് വഴിതെളിക്കും. അതേപോലെ തന്നെ മാറുന്ന ജീവിത സാഹചര്യങ്ങള്, നമുക്ക് സ്ട്രെസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറും. അതിനനുസരിച്ച് വരുമ്പോൾ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും പുകയില, മദ്യപാനം, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ചേഞ്ച് ചെയ്യുമ്പോൾ സ്ട്രോക്കിലേക്ക് അത് വഴിതെളിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രോക്ക് മൂലം എന്തൊക്കെ കോഗ്നിറ്റീവായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, ബൗദ്ധികമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരാൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ എല്ലാ സ്ട്രോക്ക് ഉണ്ടാവില്ല. ഓരോരുത്തർക്കും സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ട് വ്യത്യസ്തമായിട്ടായിരിക്കാം വരാറ്. ചിലർക്ക് കൂടുതലും ശാരീരിക ബുദ്ധിമുട്ടുകളായിരിക്കാം ഉണ്ടാവുക. എന്നാൽ ചിലർക്ക് അത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ പക്ഷെ ചിന്തിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും സംസാരിക്കുന്നതിനുള്ള പ്രശ്നങ്ങളായിരിക്കാം കാണപ്പെടുന്നത്. അപ്പം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സ്ട്രോക്ക് പേഷ്യൻസിന് ഉണ്ടാവില്ല, പക്ഷെ ചിലർക്ക് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധ്യതയുണ്ട്. ഇനി സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, സ്ട്രോക്ക് മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക. അപ്പൊ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് സ്ട്രോക്കിന് വന്നിരിക്കുന്നത്, അത് ഏത് ഭാഗത്തായിട്ടാണ് അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ ാണ് ഒരാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കുക. ആദ്യമായിട്ട് കോമൺലി എല്ലാവരും പറയുന്ന പ്രശ്നമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് TV കാണുന്നു, അല്ലെ കുറച്ചു നേരം ഇരുന്ന് ബുക്ക് വായിക്കുന്നു, അല്ലെ ശ്രദ്ധയോടെ എന്തെങ്കിലും ഒരു കുക്കിംഗ് ടാസ്ക് ചെയ്യുന്നു, അല്ലെ. അപ്പൊ ആ ഒരു കാര്യം തീർന്നിടം വരെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. പക്ഷെ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ അത്രയും നേരം ശ്രദ്ധയോടിരുന്ന് ആ കാര്യങ്ങൾ ചെയ്യാനോ, അല്ലെ ശ്രദ്ധയോടിരുന്ന് ഒരാളോട് അല്ലെ ഒരു TV ഡയലോഗ്, അല്ലെ സിനിമ കാണുന്നതിനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ബുദ്ധിമുട്ട് പറയുന്നതാണ് അപ്രാക്സ്യ, എന്ന് വെച്ചാൽ ആവശ്യമായ രീതിയിൽ ശരീരം ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാണ്, നമ്മളൊരു ടൂത്ത് ബ്രഷ് എടുക്കുന്നു. അപ്പൊ ആ ടൂത്ത് ബ്രഷ് എന്തിനാന്ന് നമുക്കറിയാം, പല്ല് തേക്കാനാണ്. അപ്പൊ ടൂത്ത് ബ്രഷ് എടുക്കുന്നു, പേസ്റ്റ് തേക്കുന്നു, നമ്മള് പല്ല് തേക്കുന്നു. പക്ഷെ ഒരു സ്ട്രോക്ക് വന്ന ആൾക്ക് ടൂത്ത് ബ്രഷ് എടുക്കാനൊക്കെ പറ്റും, പക്ഷെ അദ്ദേഹത്തിന് പല്ല് തേക്കാൻ പറ്റുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് അറിയാം ആണെന്നുള്ളത് അറിയാം, പക്ഷെ പല്ല് തേക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ഓരോ ബോഡി ഓർഗൻസിന് വേണ്ട മെസ്സഞ്ചർ കൊടുക്കുക. മസിൽസ് വർക്ക് ചെയ്യാനും, നമ്മൾ നടക്കാനും, ഇരിക്കാനും, എഴുതാനും എല്ലാം തലച്ചോറിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഈ അപ്രാക്സിയുടെ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ തലച്ചോറിൽ നിന്നുള്ളൊരു മെസ്സഞ്ചർ നമ്മുടെ മസിൽസിന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ സാധനം കൊണ്ട് പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കാം.
അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആൾക്ക് വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്ത് ഓരോന്ന് ചെയ്യിപ്പിക്കേണ്ടി വരുമായിരിക്കാം, അല്ല ചില സമയങ്ങളിൽ നമ്മൾ കൈ പിടിപ്പിച്ച് തന്നെ ചിലപ്പോൾ ചെയ്യിപ്പിക്കേണ്ടി വരുമായിരിക്കാം. ഇനി അടുത്ത ബുദ്ധിമുട്ട് കാഴ്ച സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കാഴ്ച സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്ദേശിക്കുന്നത് കാഴ്ചയില്ലെന്നുള്ളതല്ല, കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലെ ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടെ കൂടുതലായിട്ട് വരിക. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എത്ര ഡിസ്റ്റൻസ് ആണ്, ഇവിടെ ഒരു ചെയർ ഇരിക്കുന്നു, അവിടെ ഒരു ഭിത്തി ഇരിക്കുന്നു, അത് തമ്മിൽ എത്ര ദൂരമുണ്ടെന്നും മനക്കണക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. ഇപ്പൊ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ഗ്ലാസ്സിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും, അവിടെ എല്ലാം ചുറ്റുപാടും എല്ലാം വെള്ളം വീഴുമായിരിക്കാം. പിന്നെ അതേപോലെ തന്നെ സാധനങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഇപ്പം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് കാഴ്ച സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരുന്നത്. അപ്പൊ അതിന്റെ പല ഭാഗങ്ങളാണ് അഗ്നോസ്യ. അഗ്നോസ്യ എന്ന് പറയുമ്പോൾ അത് പല ലെവലിലുണ്ടാവും. കണ്ടിട്ട് കേട്ടിട്ട് എല്ലാ സെൻസേഷൻ തൊട്ടിട്ടാണെങ്കിലും സാധനങ്ങളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഉദാഹരണം ഒരു പെണ്ണെടുത്തു, പക്ഷെ അത് പെണ്ണാണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനമായിട്ട് അവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പിന്നെ അതേപോലെ അവരൊരു കണ്ണടച്ചിട്ടൊരു താക്കോലെ തൊട്ടു. നമുക്ക് കണ്ണടച്ചിട്ടൊരു താക്കോലെ തൊടുമ്പോൾ നമുക്കറിയാം അത് താക്കോലാണെന്നുള്ളതറിയാം, പക്ഷെ ഇവർക്ക് ആ ഒരു സെൻസേഷനാണ് നഷ്ടമാകും. പക്ഷെ ഒരു പക്ഷെ ചിലപ്പം കണ്ടു കഴിയുമ്പം ഓക്കെ ഇതാണെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പറയാനായിട്ട് പറ്റും. അത് പല ലെവലിലായിരിക്കാം അതിന്റെ ബുദ്ധിമുട്ടുകൾ കാണപ്പെടുക. പിന്നെ വേറൊരു ബുദ്ധിമുട്ട് മുഖങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. അതായത് നമ്മുടെ പരിചയക്കാര്, നമ്മുടെ മക്കള്, ബന്ധുക്കള് ഒക്കെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്, ഇത് ആരാണ്, നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണോ അതോ ബന്ധക്കാരാണോ പരിചയമില്ലാത്തവരാണോ, അങ്ങനത്തെ കൺഫ്യൂഷൻ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എവിടെയെങ്കിലും കടയിലൊക്കെ പോകുകയാണ് പറയുക, ഇത് കട എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്ന കടയായിരിക്കും, പക്ഷെ സ്ട്രോക്ക് വന്നതിന് ശേഷം കടയിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അല്ലെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം, കൺഫ്യൂഷനായിട്ട് ഒരു സ്ഥലകാല ബോധം പോകുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ പറ്റിയുള്ള ഓറിയന്റേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. ശരീരത്തിന്റെ സ്ഥാനം, ചലനം, ദിശ എന്നിവ തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രോക്ക് വന്ന ഒരാളോട് ലെഫ്റ്റ് ഹാൻഡ് പൊക്കാൻ പറയുമ്പോൾ അവർക്ക് ലെഫ്റ്റ് ഹാൻഡ് കൺഫ്യൂഷൻ കാണുമായിരിക്കാം, റൈറ്റ് ഹാൻഡ് ആയിരിക്കും അവർ പൊക്കുക. ഇപ്പൊ ചില സമയത്ത് നമ്മൾ മൂക്ക് തൊടാൻ പറയുമ്പോൾ അവർക്ക് കറക്റ്റ് മൂക്ക് എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ചെവിയിലൊക്കെ ആയിരിക്കും തൊടുന്നത്. അപ്പൊ ബോഡി ഓറിയന്റേഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ചിലർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഓർമ്മക്കുറവാണ്. ഓർമ്മക്കുറവ് പല രീതിയിൽ കാണപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിൽ നടന്ന ഇൻസിഡൻസ്, അതായത് ഇന്നലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഇന്നലെ നിങ്ങൾ ഫാമിലിയായിട്ട് എവിടെ പോയത്, ഇന്നലെ നമ്മൾ പോയപ്പോൾ ഒരാളെ കണ്ടിരുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. അതേപോലെ വർക്കിംഗ് മെമ്മറി, നമുക്ക് ഇപ്പം അടുത്ത മുറി പോയി ഒരു പേനയും അല്ലെ ഒരു ഡ്രസ്സും എടുത്തിട്ട് വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേന മാത്രം എടുത്തിട്ട് വരുള്ളായിരിക്കാം, ഡ്രസ്സ് മറന്നു പോകുള്ളായിരിക്കാം, ചില സമയത്ത് രണ്ടും മറക്കുന്ന അവസ്ഥ. അതേപോലെ ഫോൺ നമ്പർ ഓർത്ത് ഡയൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ അവസ്ഥകളാണ് കൂടുതലും വർക്കിംഗ് മെമ്മറിയിലുള്ള ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. പ്രോസ്പെക്റ്റീവ് മെമ്മറിയിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് മറന്നു പോകുന്ന അവസ്ഥ. ഉദാഹരണം, ഇപ്പൊ നാളെ ഒരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അത് മറക്കുന്ന അവസ്ഥ. ഇനി ഉച്ചയ്ക്ക് എനിക്ക് മരുന്ന് കഴിക്കണം, അത് മറന്നു പോകുന്ന അവസ്ഥ. അതൊക്കെയാണ് പ്രോസ്പെക്റ്റീവ് മെമ്മറിയുടെ ഉദാഹരണങ്ങൾ. ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ നടന്ന വളരെ ചെറുതുമായിട്ടുള്ള ഇൻസിഡൻസ് മറന്നു പോകുന്നു. ഉദാഹരണങ്ങൾ, കല്യാണം കഴിഞ്ഞ തീയതി മറക്കുക, പഠിച്ച സ്കൂള് മറന്നു പോവുക, അല്ല ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സിനെ മറന്നു പോവുക. ഇതൊക്കെയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയുടെ ഉദാഹരണങ്ങൾ. അതേപോലെ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ അല്ല ജനറൽ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ചോദിക്കുമ്പോൾ സ്ട്രോക്ക് വന്ന ആൾക്ക് ചിലപ്പം ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാരെ കണ്ടിട്ട് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഇപ്പൊ ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഹാപ്പി ആയതുകൊണ്ടാണ് ചിരിക്കുന്നത്. പക്ഷെ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ആൾക്കറിയാം ഒരാൾ ചിരിക്കുന്നത്, പക്ഷെ എന്തുകൊണ്ടാണ് ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഒരു കുട്ടി കരയുന്നു, ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം
പല സമയത്തും മറ്റാൾക്കാർ ഇവരെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കുന്നു, ഞങ്ങൾ ഇത്രയും വിഷമം പറഞ്ഞിട്ടും അല്ലെ ഇത്രയും സങ്കടം പറഞ്ഞിട്ട് ഇവർക്ക് എന്താ മനസ്സിലാകാത്തത് എന്നുള്ള ചിന്തയും സ്ട്രോക്ക് വന്ന പേഷ്യൻസിനോട് നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ അവരുടെ ബ്രെയിനിന്റെ ഡാമേജ് കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നതെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ശരിക്കും നമ്മൾ വെർബലൈസ് ചെയ്ത് പറയേണ്ട തന്നെ വരും. ഞാൻ ഹാപ്പിയാണ്, എനിക്കിപ്പോൾ വിഷമമാണ്, അങ്ങനെ തന്നെ പറയുമ്പോൾ മാത്രമേ ചിലപ്പോൾ അവർക്ക് അതൊരു മറ്റേ ആളുടെ ഇമോഷൻസ് ആയിരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ബുദ്ധിമുട്ടാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെ സ്പീച്ചിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അഫേഷ്യ. അപ്പൊ അഫേഷ്യ പല രീതിയിലായിരിക്കാം സ്ട്രോക്ക് വരുന്ന ആൾക്ക് വരിക. ചില ആൾക്കാർക്ക് വാക്കുകൾ പറയാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, എന്ത് വേണം എന്താണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ ചില ആൾക്കാർക്ക് സംസാരം അത്രയും പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക. എന്നാൽ ചില ആൾക്കാരിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ വരുന്നത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണും, കോംപ്രിഹെൻഷൻ അതായത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാഷാപരവും ആശയവിനിമയമായ പ്രശ്നങ്ങൾ വരുമ്പോഴും ആൾക്കാർ കുറച്ചുകൂടെ ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല, അല്ല അവർ എൻ്റെ നീതി മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നൽ വരുമ്പോൾ ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. വേറൊരു ബുദ്ധിമുട്ടാണ് ചിട്ടയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം നമുക്കെല്ലാവരും അറിയാം, നമ്മളുടെ ഓഫീസിൽ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ മാനേജറാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് നമ്മളെ അറിയിക്കുകയും അല്ലെ ഓർഗനൈസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യാം. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ മാനേജറാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ മാനേജറിനൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും അതിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതേപോലെ വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകും. എടുത്തു ചാടി സംസാരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, കോൺസിക്വൻസസ് നോക്കാതെ തന്നെ എല്ലാത്തിനും പ്രതികരിക്കുക, അങ്ങനത്തെ കഴിവുകൾ ഒരുപാടുണ്ടാവാം. പിന്നെ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയാണ്, വീടൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ട്രോക്ക് പേഷ്യന്റ് ആണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓർഗനൈസിങ് ബുദ്ധിമുട്ട് ആർക്കുണ്ടാകാം, എല്ലാം അലങ്കോലം അവസ്ഥ ഉണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നതാണ് ഭൗതികപരമായി ഉണ്ടാകുന്ന തളർച്ച അല്ലെ കോഗ്നിറ്റീവ് ഫറ്റീഗ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രോക്ക് വരുന്ന ആൾക്ക് ശ്രദ്ധ വളരെ കുറവാണ് അല്ലെ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ജോലി കൊടുക്കുമ്പോൾ അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അത്രയും നേരം അതിൽ ഇരുന്ന് പെട്ടെന്ന് തന്നെ അവർ ടയേർഡ് ആവുന്ന അവസ്ഥയാണ് ഇത്. ഓക്കെ. അപ്പൊ ഒരു മാക്സിമം 5-10 മിനിറ്റ് ഇരിക്കാനായിട്ട് പറ്റുള്ളായിരിക്കും. അതിനപ്പുറം ചിലപ്പോൾ നമ്മൾ അവരോട് ഇരുത്തി ടാസ്ക് ചെയ്യിപ്പിച്ച അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതിന്റെ ഫ്രസ്ട്രേഷൻ അത് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ കാണപ്പെടുന്ന ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇനി നമ്മൾ ഇതിന്റെ ഒരു റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിലോട്ട് നമ്മൾ പോവുകയാണ്. എന്തിനാണ് നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസിന് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ തലച്ചോറിന് നഷ്ടപ്പെട്ടു പോയ കഴിവുകളെ ട്രെയിനിങ്ങിലൂടെയും അല്ലെ എക്സസൈസിലൂടെയും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റീസിലൂടെയും അത് വീണ്ടെടുക്കാനുള്ള സാധ്യത ബ്രെയിനുണ്ട്. അപ്പം ആ സാധ്യത വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രോക്ക് വന്ന ആൾക്കാരോട് റീഹാബിലിറ്റേഷൻ അല്ലെ തെറപ്പി അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ സ്ട്രോക്കിന്റെ റീഹാബിലിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പല പ്രൊഫഷണൽസ് അവിടെ ഇൻവോൾവ് ആണ്. സ്പീച്ച് പത്തോളജിസ്റ്റ് ഉണ്ട്, ഒക്യുപേഷണൽ തെറപ്പി, ഫിസിയോതെറപ്പി, സൈക്കോളജിയുടെ സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ മെഡിക്കേഷൻ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്ട്രോക്കിന്റെ ഒരു റീഹാബിലിറ്റേഷൻ പൂർണ്ണമാകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ഉള്ള കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനെ പറ്റിയാണ്. എന്തിനാണ് നമ്മൾ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ബ്രെയിൻ ഫങ്ഷൻ എന്തൊക്കെയാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് അല്ലെ എന്തൊക്കെയാണ് അവർക്ക് ഇല്ലാത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും അതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റും,
എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടമായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് ചെയ്യുന്നത്. അപ്പൊ അത് പല ഡൊമെയിൻസ് അതിനകത്തുണ്ടായിരിക്കാം. ചിലപ്പോൾ ഓർമ്മ മെഷർ ചെയ്യുന്ന കുറെ ടാസ്ക് ഉണ്ടായിരിക്കാം, ശ്രദ്ധ മെഷർ ചെയ്യുന്ന ടാസ്ക് ഉണ്ടായിരിക്കാം, കോംപ്രിഹെൻഷൻ ആസ്പെക്ട് മെഷർ ചെയ്യുന്ന ടാസ്ക് ഉണ്ടായിരിക്കാം. ഇപ്പൊ ഓർമ്മയാണെങ്കിൽ തന്നെ പല രീതിയിൽ അതിൽ നമ്മൾ മെഷർ ചെയ്യാം, വിഷ്വലായിട്ടും ഓഡിറ്ററി ആയിട്ടും ഉള്ള കാര്യങ്ങൾ മെഷർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ ഡൊമെയിൻസിൽ പല പല ടാസ്കുകൾ ആ പർട്ടിക്കുലർ പേഷ്യന്റിന് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എവിടെയാണോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നത് ആ ബുദ്ധിമുട്ടിനനുസരിച്ചാണ് തെറപ്പി ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക. അപ്പൊ ബുദ്ധിപരമായ പ്രശ്നങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനോട് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ് കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള സമീപനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ചില ആക്ടിവിറ്റീസ്, ശ്രദ്ധ, ഓർമ്മ, സംസാരം, ഇങ്ങനെയൊക്കെ നമുക്ക് റീറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് തെറപ്പി കൊടുത്ത് പതുക്കെ പതുക്കെ അതിന് ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് നമ്മൾക്ക് സാധിക്കും. അപ്പൊ അങ്ങനത്തെ സമീപനമാണ് റീസ്റ്റോർ എന്ന് പറയാം. റീസ്റ്റോർ, ബ്രെയിനിന് നഷ്ടപ്പെട്ടു പോയ ചില കഴിവുകളെ നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സമീപനം. രണ്ടാമത്തെ സമീപനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്ന് വെച്ചാലും എല്ലാ കാര്യങ്ങളും നമുക്കൊരു 100% റീസ്റ്റോർ ചെയ്തെടുക്കാനും ബുദ്ധിമുട്ട് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, ഇപ്പം ഓർമ്മ എന്ന് പറയുമ്പം ഒരു 100% അത് പഴയ പോലെ ഫങ്ഷനിങ് ആക്കാൻ നമുക്ക് പറ്റുമോ എന്നറിയില്ല. പക്ഷെ നമുക്ക് ഓർമ്മപ്പെടുത്തലുകളുടെ സഹായം തേടാം. മെമ്മറി എയ്ഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളായിട്ട് അവർക്ക് റിമൈൻഡേഴ്സ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം, അല്ലെ എൻവയോൺമെന്റൽ സ്ട്രക്ചറിനുള്ള മാറ്റം. ഉദാഹരണം പറയുകയാണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടായെങ്കിൽ ചിലപ്പോൾ നമ്മളോട് വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് പറയാം, അല്ലെ നമ്മുടെ വീടും സാഹചര്യങ്ങളും അവർക്ക് നടക്കാൻ അനുയോജ്യമായ രീതിയിൽ നമ്മൾ മാറ്റിക്കൊടുക്കുക. അതായത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് അവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ കൃത്യമായ പരിശീലനം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചോറ് വെക്കുന്നത് എങ്ങനെയാ, അപ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം അരി എടുക്കുക, പിന്നെ അരി കഴുകുക, പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക, അതിനുശേഷം അരി തിളച്ച വെള്ളത്തിനായിട്ട് ഇടുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും പറഞ്ഞു കൊടുത്തവരെ പരിശീലിപ്പിക്കുന്നതാണ് സ്ട്രാറ്റജിക് ട്രെയിനിങ് അല്ലെ കൃത്യമായ പരിശീലനം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉപയോഗം നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അസിസ്റ്റീവ് ടെക്നോളജി പല രീതിയിൽ സ്ട്രോക്ക് വന്ന ആളെ സഹായിക്കാനായിട്ടുള്ളതുണ്ട്. മെമ്മറി സഹായം ഉണ്ടായിരിക്കുക, സ്പീച്ചിന് ഇംപ്രൂവ്മെന്റ് വരുന്ന ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം, അതേപോലെ GPS ട്രാക്കർ, അങ്ങനത്തെ പല പല രീതിയിലുള്ള അസിസ്റ്റീവ് ടെക്നോളജികളും ഉണ്ടായിരിക്കാം. അപ്പം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം അവരുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രോക്കിനുണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ അല്ലെ ഇമോഷണലി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഒരു സ്ട്രോക്ക് വന്ന ആൾ കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കണ്ടിരിക്കുന്നത് വിഷാദം അല്ലെ ഡിപ്രഷൻ്റെ അവസ്ഥയാണ്. അപ്പൊ അത് വരുമ്പോൾ ലോ മൂഡായിരിക്കാം, ഒന്നിനും താല്പര്യമില്ല, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും, എല്ലാ അവസ്ഥയിൽ നിന്നും വിഡ്രോൺ ആയിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം, ഒന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. ആ സമയത്ത് അവരുടെ മനസ്സിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വരും. സ്ട്രോക്ക് വന്നു, ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, ഞാൻ യൂസ്ലെസ് ആണ്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബേർഡൻ ആണ്, അങ്ങനത്തെ ചിന്തയും ഈ ഡിപ്രഷൻ മൂലം അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ അടുത്തൊരു ബുദ്ധിമുട്ടാണ് ആൻസൈറ്റി വന്നു കഴിയുമ്പോൾ എനിക്കിന്ന് ജോലിക്ക് പോകാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആരും നോക്കും, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ ആരാണെങ്കിൽ നോക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നാം. അതേപോലെ തന്നെ ഭയം, എന്തിനെ പറ്റിയുള്ള ഭയമായിരിക്കാം, ഇനിയും എനിക്ക് സ്ട്രോക്ക് വരുമോ, അല്ലെ ഞാൻ നടന്നു പോകുമ്പോൾ വീഴുമോ എന്നുള്ള ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും അവരുടെ അടുത്ത് ആരെങ്കിലും വേണം എന്നുള്ളൊരു ചിന്തയും ഈ ഭയം മൂലം ഉണ്ടായിരിക്കാം. പിന്നെ വേറൊരു ബുദ്ധിമുട്ടാണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡന്റ് നടന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന റിയാക്ഷനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ വീണ്ടും ആ സാഹചര്യത്തെ നേരിടാനുള്ള ഭയമായിരിക്കാം, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ, അതേപോലെ സ്ട്രെസ് കൂടുന്ന അവസ്ഥ, ഇതൊക്കെയാണ് PTSDയിൽ കൂടുതൽ കാണപ്പെടുക.
അപ്പൊ PTSD സ്ട്രോക്ക് വന്ന ആൾക്കും വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനും ചിലപ്പോൾ PTSD പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ബുദ്ധിമുട്ടാണ് നിസ്സംഗത. നിസ്സംഗത എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കംപ്ലൈൻറ്റ്സ് ആണ്. ഒന്നിനൊരു മോട്ടിവേഷൻ ഇല്ലാതിരിക്കുക, ഒരു കാര്യവും ചെയ്യുന്നില്ല, എപ്പോഴും മടി പിടിച്ചിരിക്കുകയാണ്, എത്ര പറഞ്ഞിട്ടും ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ കംപ്ലൈൻറ്റ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനാണ് നമ്മൾ നിസ്സംഗത എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അമിതമായ ദേഷ്യം ഒക്കെ, പെട്ടെന്ന് ദേഷ്യം വരിക, ക്ഷമയോടെ നിന്ന് നമ്മളെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇമോഷണലി വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണപ്പെടുക. ഇനിയും ഉള്ള സ്ലൈഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതവസ്ഥയായിക്കോട്ടെ, ഇപ്പൊ സ്ട്രോക്ക് ആയിരിക്കാം, നല്ല എന്ത് ബുദ്ധിമുട്ടുകളാണേലും എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ഒരു ഫേസ് ആണിത്. അപ്പോൾ ഇതൊരു സ്റ്റേജസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ സ്ട്രോക്കിന്റെ ലെവലിൽ നിന്നാണ് ചിന്തിക്കുക എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള ഇഷ്യൂ വരുന്ന കഴിയുമ്പോൾ സാധാരണ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്, ഒരു ഡിനയൽ ഫേസ് ആണ്. അപ്പൊ സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഡിനയൽ ഫേസിൽ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുക. രണ്ടാമത് ദേഷ്യം, അതായത് സ്ട്രോക്ക് വന്നു, അതിന്റെ ബുദ്ധിമുട്ടുകൾ പതുക്കെ മനസ്സിലാക്കി തുടങ്ങി, നടക്കാൻ പറ്റുന്നില്ല, കൈ ചലിപ്പിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ദേഷ്യം എന്നുള്ളൊരവസ്ഥയിലാണ് അടുത്തതായിട്ട് ആൾക്കാർ കടന്നു പോകുന്നത്. അത് കഴിയുമ്പോൾ ബാർഗെയിന്, അതായത് വിലപേശൽ, എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിച്ചിരുന്നെങ്കിൽ, അല്ല എൻ്റെ ഈ അവസ്ഥ ഒന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പുക വലിക്കാതെയും മദ്യപിക്കാതെയും അല്ല നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കി ഞാൻ ജീവിക്കാം എന്നുള്ള ചിന്തകളൊക്കെ നമുക്ക് വരുന്നൊരു സ്റ്റേജാണ് ബാർഗെയിനിങ് അല്ലെ ഇളവ് തേടൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് സ്ട്രോക്കാണ്, സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ നല്ലോണം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഡിപ്രഷൻ ഒരു ഫേസിലോട്ട് പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ സമയത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഒരുപാട് വരുന്ന ഒരു ഫേസും കൂടാണ് വിഷാദം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അക്സെപ്റ്റൻസ് ഫേസിലോട്ട് വരുന്നത്. അപ്പൊ അക്സെപ്റ്റൻസ് ഫേസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളോട് കൂടെ ജീവിക്കാനുള്ള അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്ത് നടക്കുവാണ്. എനിക്ക് വേറെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ല ഓർമ്മയുടെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ഞാൻ തെറപ്പി അറ്റൻഡ് ചെയ്ത് അതിന്റെ ബുദ്ധിമുട്ടുകളെ പകുതി ഞാൻ ഇംപ്രൂവ് ആക്കും. ആ ഒരു അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും അവസാനം വരുന്നത്. അപ്പം എല്ലാ ആൾക്കാരും അല്ലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും സ്ട്രോക്ക് വന്നതിന് ശേഷം ഈ ഒരു അവസ്ഥയെ കൂടെ അല്ലെ സ്റ്റേജസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ കടന്നു പോകാറുണ്ട്. അപ്പം നമ്മൾ അവരോട് ആ രീതിയിൽ വേണം പെരുമാറാനും സംസാരിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒക്കെ ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ട് പിന്തുണ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക? ഒന്നാമതായിട്ട് മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ മെഡിക്കേഷൻ എടുത്തിട്ട് തന്നെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാനോ അല്ല ആൻസൈറ്റി അല്ല ലോ മൂഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മെഡിസിൻ എടുക്കേണ്ട വരുമായിരിക്കാം. രണ്ടാമത് ബിഹേവിയർ തെറപ്പി. ബിഹേവിയർ തെറപ്പിയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അവര് ബിഹേവിയർലി ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് ഭയങ്കര മടി പിടിച്ചിരിക്കുകയാണ്, എപ്പോഴും കിടക്കുവാണ്, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കംപ്ലൈൻറ്റ്സിനെ നമ്മൾ പതുക്കെ മാറ്റി അവരെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുത്ത് ആക്റ്റീവ് ആക്കി എടുക്കാം. അപ്പൊ എപ്പോഴും കിടക്കുന്ന ആളോട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ബാൽക്കണി പോയി നിൽക്കാനോ 5 മിനിറ്റ് നടക്കാനോ അത് 5 മിനിറ്റ് ാനോ അങ്ങനെ അവർക്ക് എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ച് പതുക്കെ അവരെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് ബിഹേവിയർ തെറപ്പിയിലൂടെ നമ്മൾ ഒന്നാമതായിട്ട് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് അവർക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും ടാസ്കുകൾ കൊടുത്തിട്ട് അതെങ്ങനെ അത് സോൾവ് ചെയ്യാമെന്നുള്ളത് അവരെയും കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് എടുക്കുന്നതാണ് അടുത്തത്. പിന്നെ മൂന്നാമതായിട്ട് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് ആണ് ഉദ്ദേശിക്കുന്നത്, സാമൂഹിക നൈപുണ്യ പരിശീലനം. അപ്പൊ സ്ട്രോക്ക് വന്ന ആൾക്കാരിൽ കൂടുതലായിട്ടും കാണപ്പെടുന്ന ബുദ്ധിമുട്ടാണ് സംസാരിക്കാനുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ പൊതുവിൽ പോകാനും ഫങ്ഷൻസിന് പോകാനും എല്ലാം ഒരു മാറി പോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ അവർക്കൊരു സോഷ്യൽ സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ട് അവരെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
പിന്നെ മോട്ടിവേഷണൽ ഇന്റർവ്യൂ. ഇപ്പൊ നമ്മൾ സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ തെറപ്പിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാറുണ്ട്, ഒന്നും മോട്ടിവേഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട്. സ്ഥിരമായിട്ട് തെറപ്പിക്ക് വരാൻ അല്ലെ പോകാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പൊ മോട്ടിവേഷണൽ ഇന്റർവ്യൂവിൽ കൂടെ അവരുടെ മോട്ടിവേഷൻ കൂട്ടാനുള്ള ടെക്നിക്സും സംസാര രീതികളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അവരോട് തന്നെ തെറപ്പിക്ക് വരുന്നതിന്റെ ഗോൾ അവർക്ക് തന്നെ മനസ്സിലാക്കാനും ഭാവിയിലേക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ തെറപ്പി അറ്റൻഡ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് മോട്ടിവേഷൻ ഇന്റർവ്യൂവിന്റെ ടെക്നിക്സിലൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രോക്ക് സർവൈവേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരെ പരിചരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് റിലാക്സേഷന്, ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് സ്ട്രെസ് വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അപ്പം മുമ്പേ പറഞ്ഞ പോലെ ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം. ഞാൻ യൂസ്ലെസ് ആണ്, ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു ഭാരമായി പോയി. അപ്പൊ അങ്ങനെ ചിന്തകൾ വരുമ്പോൾ ഒന്നുകൂടെ അവര് മടി പിടിച്ചിരിക്കുക, അല്ലെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് അവർക്കുണ്ടാവുക. അപ്പം ആ ചിന്തകളെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കാനും സഹായിക്കുന്ന ഒരു തെറപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സ്ട്രോക്ക് മൂലം എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പൊ ഒരു സ്ട്രോക്ക് ആ വീട്ടിലെ ഒരു അച്ഛനായിരിക്കാം വന്നത്. അപ്പൊ ആ അച്ഛന്റെ റോൾ അവിടെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അദ്ദേഹം പിന്നെ ഫേസ് ചെയ്യുന്നത്. ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, ഒക്കെ ഭാര്യയുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. മൊത്തത്തിലുള്ളൊരു വ്യക്തിത്വത്തിലൊരു മാറ്റം, പേഴ്സണാലിറ്റിയിലൊരു മാറ്റം അദ്ദേഹം കാണുന്നുണ്ടായിരിക്കാം. എന്തും ചെയ്യാൻ വേറൊരാളുടെ സഹായം ചിലപ്പം വേണ്ടിവരും. അപ്പൊ അങ്ങനെ വേറൊരാളുടെ സഹായം വരുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് തോന്നുന്ന അവസ്ഥ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ്സിനും തെറപ്പിയും ഒക്കെ എടുത്ത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നത് തിരികെ ജോലിക്ക് പോകാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഫാമിലിക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പം സ്ട്രോക്ക് സർവൈവേഴ്സിന് മാത്രമല്ല, ഇത് അവരുടെ പരിചരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനും ഈ സമ്മർദ്ദവും ക്ഷീണവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കാണപ്പെടാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ആവശ്യം വരുമ്പോൾ? നമ്മൾ മാക്സിമം അവരോട് സ്ട്രോക്ക് സർവൈവേഴ്സ് ആണ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, മാക്സിമം കോണ്ടാക്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യുക. നമ്മുടെ പരിചയക്കാരുമായിട്ട്, ബന്ധുക്കളുമായിട്ട്, അല്ല നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും നമ്മൾ കോണ്ടാക്ട് വെക്കുക. അതേപോലെ സ്ട്രോക്ക് വന്ന ആളെ നോക്കുന്ന ആൾക്കാർക്കും ഇടയ്ക്കൊരു ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടായിരിക്കാം. അവർക്ക് എന്തെങ്കിലും അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും. അത് മനസ്സിലാക്കി നമ്മൾ അവർക്കും വേണ്ടി ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ കുട്ടികളുള്ള മാതാപിതാക്കൾക്കാണ് സ്ട്രോക്ക് വന്നിരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനും അവരുടെ മറ്റു ആവശ്യങ്ങൾ നോക്കാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ സ്ട്രോക്ക് വന്ന ആളെ നമുക്ക് എങ്ങനെ ഉൾപ്പെടുത്താം എന്നുള്ളത് നോക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി സാധ്യതകളൊക്കെ നമ്മൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, വൊക്കേഷണൽ തൊഴിൽ പരിശീലനം അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലൂടെ നമ്മൾ സഹായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വീട്ടിൽ നമുക്ക് സ്ട്രോക്ക് വന്ന ഒരാൾക്ക് എന്തൊക്കെ ചെറിയ ചെറിയ ട്രെയിനിങ്സ് നമുക്ക് ഡെയിലി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് ശ്രദ്ധ കൂട്ടാൻ പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കുമ്പോൾ ഇവിടെ ഒരു പടം കണ്ടിട്ടുണ്ട്. കളർ അനുസരിച്ച് കാർഡ് സോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ കളർ അനുസരിച്ച് കാർഡ് സോർട്ട് ചെയ്യാനോ അല്ല നമ്പർ അനുസരിച്ച് കാർഡ് ഒന്നിച്ച് വെക്കാനോ അല്ല ഏതെങ്കിലും പടങ്ങൾ വെച്ചിട്ട് ഒരേപോലുള്ള കാർഡ് ഒന്നിച്ച് വെക്കാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് വീട്ടിൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനുള്ള പിക്ചർ കൊടുക്കാം. ഈ പടത്തിന് 6 വ്യത്യാസമുണ്ട്, അല്ല 5 വ്യത്യാസമുണ്ട്, എന്തൊക്കെയാണ് ഈ 2 പടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൗണ്ട് ദിവസവും 1-2 മിനിറ്റ് ആ ഒരു പർട്ടിക്കുലർ സൗണ്ടിന് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അവർക്ക് പറയാം. ഉദാഹരണം ഏതെങ്കിലും ഒരു കിളിയുടെ സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലോക്കിന്റെ എന്തെങ്കിലും സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ പരിശീലിപ്പിക്കാം, മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നോക്കാതെ. അപ്പം ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പതുക്കെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതേപോലെ തന്നെ
ഓർമ്മ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആളെയും കൂടി ഉൾപ്പെടുത്തി ലിസ്റ്റ് തയ്യാറാക്കുക. അതിനുശേഷം നമ്മൾ ഇത് കാണാതെ അവരോട് ചോദിക്കുക ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ന് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് അവർ ഓർത്ത് പറയാനായിട്ട് നമുക്ക് ചോദിക്കാം. അതേപോലെ ഇന്നലെ നടന്ന കാര്യങ്ങൾ, അപ്പൊ ഇന്ന് ഡോക്ടറെ കണ്ടു, ഇന്നലെ ഒരു കല്യാണത്തിന് പോയി, ഇന്നലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടു, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ച് വെക്കാനായിട്ട് അത് നമുക്കും സഹായിക്കാം, അത് എഴുതി വെക്കാനായിട്ട്. അപ്പൊ അത് ഡെയിലി റിവ്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ദിവസവും നടന്ന കാര്യങ്ങളും അവർക്ക് ഓർക്കാൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും ഫാമിലി മെമ്പേഴ്സ്, ബന്ധുക്കാര്, അല്ല നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാര്, ഇവരുടെയൊക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാണ്, ഇവരുടെ പേരെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ദിവസവും റീകോർഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സാധനങ്ങൾ നമ്മൾ വെക്കുക. ഉദാഹരണത്തിന് ഒരു തൊപ്പി, വാച്ച്, കാൽക്കുലേറ്റർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അവരെ കാണിച്ചിട്ട് നമുക്കത് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ കണ്ടു എന്ന് ചോദിക്കാം. അപ്പൊ അത് അവർ ഓർത്ത് പറയാനായിട്ട് ശ്രമിക്കാം. അപ്പൊ പതുക്കെ സാധനങ്ങൾ കൊടുക്കുന്നതിന്റെ എണ്ണം നമുക്ക് കൂട്ടി വരാം. അപ്പൊ 3 സാധനങ്ങളാണെങ്കിൽ അടുത്ത തവണ ഓർമ്മിപ്പിച്ച് പറയുകയാണെങ്കിൽ 4 സാധനം അല്ല 5 സാധനം എന്നുള്ള രീതിയിൽ നമുക്ക് പതുക്കെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ കാഴ്ചപരമായിട്ടുള്ള ഗ്രഹണശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പസിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ വരച്ചൊരു പടം, ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, നല്ലൊരു വട്ടം, നല്ലൊരു ചതുരം, അല്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പടം വരച്ചിട്ട് അത് അതേപോലെ തന്നെ നോക്കി വരയ്ക്കാനായിട്ട് നമുക്ക് അവരോട് പറയാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ തട്ടാതെയും മുട്ടാതെയും നടക്കാനായിട്ട് നമുക്ക് പരിശീലിപ്പിക്കാം. അതേപോലെ തന്നെ ഇപ്പം കുക്കിംഗ് എന്തെങ്കിലും ചെയ്യാൻ, ഇപ്പൊ ഉദാഹരണം ഒരു ചായ ഇടാനാണെങ്കിൽ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെക്കാനായിട്ട് നമുക്ക് പറയാം. ഇപ്പൊ വെള്ളം വേണം, പാല് വേണം, പഞ്ചസാര വേണം, ചായപ്പൊടി വേണം. അപ്പൊ അതിന് വേണ്ടി മറ്റ് പാത്രങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് അടുക്കി വെക്കാനായിട്ട് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവുകൾ കൂടും. അതേപോലെ തന്നെ അവർക്ക് പ്ലാനിങ് സ്കിൽസും അവർക്ക് കൂടുകയാണ്. അപ്പൊ ഇതേപോലെ പ്ലാനിങ് സ്കിൽസ് നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ടാസ്കുകൾ പൈസ ചെറിയ കണക്കുകളൊക്കെ കൊടുത്തിട്ട് എത്ര രൂപ കടയിൽ കൊടുത്തു, ബാക്കി ബാലൻസ് എത്ര കിട്ടും, അങ്ങനത്തെ ചെറിയ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. എന്ത് ടാസ്ക് ചെയ്യാനാണെങ്കിലും അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞതിന് ശേഷം ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ വീണ്ടും ഒരു കുക്കിംഗ് ഉദാഹരണം പറയുവാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഓംലെറ്റ് ഉണ്ടാകുക. അപ്പൊ ഓംലെറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ പ്രോസസ്സും അവർ ഓർത്ത് പറഞ്ഞതിന് ശേഷം അവരെ ആ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനോട് ശ്രമിക്കുക. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ പ്ലാനിങ് ഉള്ള കഴിവും പ്രോബ്ലം സോൾവിംഗ് ഉള്ള കഴിവും അവർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബോർഡ് ഗെയിംസ്, ക്യാരംസ്, സ്നേക്ക് ആൻഡ് ലാഡർ, അങ്ങനത്തെ ബോർഡ് ഗെയിംസും കാര്യങ്ങളും ഉൾപ്പെടുത്തുക. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു എക്സസൈസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാ ദിവസവും അവർക്ക് ഓറിയന്റേഷൻ നമ്മൾ കൊടുക്കുക. എല്ലാ ദിവസവും അവരോട് ചോദിക്കുകയാണ് ഇന്ന് ഏതാണ് ദിവസം, ഇന്ന് തീയതി ഏതാണ്, ഇന്നത്തെ മാസം ഏതാണ്, ഇന്ന് ഏത് കാലാവസ്ഥയാണ്, മഴയാണോ ചൂടാണോ, അങ്ങനത്തെ കാര്യങ്ങൾ അവരോട് ചോദിക്കുക. അവർ തന്നെ അത് പോയി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അവരെ പരിശീലിപ്പിക്കുക. ഒരു TV പ്രോഗ്രാം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്രം വായിച്ചതിന് ശേഷം അത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതെന്താണ് ആ TV കണ്ടത്, ആ സിനിമ എന്തായിരുന്നു, അല്ല ഇപ്പൊ വായിച്ച ന്യൂസ് എന്തായിരുന്നു എന്നുള്ളത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അവർക്ക് ഓർമ്മയുള്ള പാട്ടുകൾ, അല്ലെ പണ്ട് അവരെപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ പാടാനോ അല്ലെ പുതിയ പാട്ടുകൾ കേൾക്കുന്നത് ഭാഷയും അവരുടെ ഓർമ്മയും കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള സാങ്കേതിക വിദ്യ യൂസ് ചെയ്യാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക. അതായത് ഫോണിലെ അലാറം അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫോട്ടോസ് കാണുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെയിലി നമുക്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഇനി നമ്മൾ സ്ട്രോക്ക് വന്ന ആളോട് ഇടപെടുമ്പോൾ കുടുംബങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവർക്ക് ശ്രദ്ധിക്കാനും ഉള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പക്ഷെ പെട്ടെന്ന് അവർ ക്ഷീണിക്കുന്ന അവസ്ഥയും വരും.
അപ്പൊ നമ്മൾ എന്ത് ടാസ്ക് കൊടുത്താലും വളരെ ഷോർട്ട് ടൈമിലുള്ള ടാസ്ക് മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ. മാക്സിമം ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ്. ചിലപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അതിലും താഴെയുള്ള സമയം വെച്ച് നമ്മൾ പതുക്കെ കൂട്ടി വരുന്നതാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും നമ്മൾ ആക്ടിവിറ്റീസ് അല്ലെ തെറപ്പിയിൽ തരുന്ന ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ പിന്നീട് ഡോക്ടർ തരുന്ന ആക്ടിവിറ്റീസോ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അവിടെ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവർ ചെയ്യുന്ന ചെറിയൊരു കാര്യം, ഒക്കെ ചെറുതായിട്ടൊരു പസിൽ യോജിപ്പിച്ച് വെച്ചു, അല്ലെ നമ്മൾ പറഞ്ഞൊരു കാര്യം അവർ ഓർത്തു. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അത്രയും കൂടെ കോൺഫിഡൻസ് കൊടുക്കാനും പ്രോത്സാഹനം കൊടുക്കാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ടാസ്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ക്ഷീണം പോലെ അല്ലെ ഫ്രസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും കാണുവാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് കൊടുത്തിട്ട് അവർ ആക്റ്റീവ് ആയതിനു ശേഷം മാത്രം നമുക്ക് വീണ്ടും ആക്ടിവിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വീട്ടിലെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും അവരെ ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദേഷ്യം ഒക്കെ എപ്പോഴും ഉള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് അവര് ജഡ്ജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവര് ദേഷ്യം വരുന്നത് അവരുടെ ബ്രെയിൻ റിക്കവർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ബ്രെയിൻ റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം ആ സമയത്ത് അവർക്ക് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാനൊന്നും അവർക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അപ്പം നമ്മൾ തിരിച്ച് ദേഷ്യപ്പെട്ട അവർക്ക് കുറച്ചുകൂടെ ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ഷമയോട് കൂടെ നിന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയോ അല്ലെ നമ്മൾ കുറച്ചു നേരത്തേക്ക് പ്രതികരിക്കാതിരിക്കുകയോ നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എത്രയൊക്കെ പറഞ്ഞാലും പ്രതിരോധമാണ് ചികിത്സയെക്കാൾ നല്ലത്. ഇപ്പൊ സ്ട്രോക്ക് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഫാക്ടർ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്കും സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് പറ്റും. അതായത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം. ഡയബറ്റീസ്, കൊളസ്ട്രോൾ അല്ലെങ്കിൽ കാർഡിയാക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളും എടുക്കണമെങ്കിൽ എടുക്കാം. സ്ട്രെസ് കൂട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയുടെ ശീലങ്ങൾ മാറും. നമ്മൾ പുകവലിയിലോട്ട് പോകും, മദ്യപാനം ഉപേക്ഷിക്കും, ആവശ്യമില്ലാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഹെൽത്തി ആയിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പറ്റുന്ന പോലെ എക്സസൈസ് ചെയ്യുക. മുന്നേ പറഞ്ഞ പോലെ മിനി സ്ട്രോക്ക് അല്ലെ ബി ഫാസ്റ്റ് എന്നുള്ള സിംറ്റംസ് നമ്മളെപ്പോഴും മനസ്സിൽ വെച്ച് അങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ എത്രയും വേഗം ആ സ്ട്രോക്ക് വന്നാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ട്രീറ്റ്മെന്റ് എടുക്കാനും നമ്മൾ മുൻകൈ എടുക്കുക. അതേപോലെ തന്നെ ഡെയിലി അല്ലെ മന്ത്ലി ചെയ്യേണ്ട ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ സ്ട്രോക്കും അതിൻ്റെ അപകട സാധ്യതകളും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രസന്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങൾ മാഡത്തോട് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരുമായി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു ലിങ്ക് Q2 നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്ത് അതും കൂടി ഫിൽ ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഡിസ്കഷൻ ടൈമാണ്. നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് മാഡത്തിനോട് ചോദിക്കാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്തോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലൂടെയോ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. കൂടാതെ നമ്മുടെ സെഷനിൽ പാനൽ മെമ്പേഴ്സായി ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ് എന്ന് തുടങ്ങിയ ഒരു പാനൽ മെമ്പേഴ്സ് നമുക്കിവിടെ മീറ്റിംഗിലുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. നമസ്കാരം. പറഞ്ഞോളൂ. ഈ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് റിക്കവറിക്കായിട്ട് 2 years ആണ് മാക്സിമം ഉണ്ടാകുക എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോ എന്റെ ഫാമിലിയിൽ ഒരു സ്ട്രോക്ക് വന്ന ആളുണ്ട്. പുള്ളിയുടെ ഇപ്പൊ 2 years കഴിഞ്ഞു. അപ്പോ ഈ റിക്കവറിക്കുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ടാവും? ഹലോ ഹലോ ഹലോ, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്.
സ്ട്രോക്കിന്റെ റിക്കവറി എന്ന് പറയുമ്പോൾ എത്ര ശക്തിയായിട്ടാണ് ആ സ്ട്രോക്ക് വന്നത്, അല്ലെ തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് സ്ട്രോക്കിന്റെ റിക്കവറി പറയാം. അപ്പൊ അത് കൂടുതലായിട്ടും മെഡിക്കലി എന്നുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് അത് കൂടുതലായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് മാക്സിമം നമ്പർ ഓഫ് തെറപ്പി സെക്ഷൻസും കാര്യങ്ങളും എടുത്ത് ചെറിയ ചെറിയ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ചില സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി കിടപ്പിലാവുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ ഫിസിക്കലി ഉള്ള തെറപ്പീസ് ആയിരിക്കാം കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്നത്. നമ്മുടെ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷനേക്കാളും കൂടുതലും നമുക്ക് അങ്ങനെ ഫിസിക്കലി ഉള്ള തെറപ്പിയും കാര്യങ്ങൾക്കും ആയിരിക്കാം. ഇദ്ദേഹത്തിന് ഫിസിയോതെറാപ്പിസ്റ്റ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത് കാരണം കൈക്കുള്ള ബുദ്ധിമുട്ട് പോയി. ഒരു കൈ മാത്രം പാരലൈസിസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൈയുടെ വിരലുകൾക്ക് ഇപ്പോഴും ചലനം കുറവാണ്. അപ്പൊ അതിന് റിക്കവറിക്ക് ചാൻസ് ഉണ്ടോ എന്നാണ് സംശയം. അമ്മ അപ്പൊ ഉള്ള ആളുടെ കണ്ടീഷൻ എങ്ങനെയാണ്? കിടപ്പിലാണോ അതോ? കിടപ്പിലല്ല, ആൾക്ക് സ്ട്രോക്ക് വന്നപ്പോ ആകെ സ്പീച്ചിൽ ചെറിയ ഇമ്പയർമെന്റും ലെഫ്റ്റ് ഹാൻഡിന് ചെറിയ ഇമ്പയർമെന്റും ആണ് ഉണ്ടായിരുന്നത്. ലെഫ്റ്റ് ഹാൻഡിനുമാണ് ബാധിച്ചത്, വേറെ എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വിരലുകൾ മാത്രമാണ് ഇപ്പോ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുന്നത്. അപ്പൊ റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തിരിച്ച് ജോലിക്ക് പോകണം, പഴയ പോലെ നടക്കണം എന്നുള്ള രീതിയിലുള്ള റിക്കവറി ആണോ ഉദ്ദേശിക്കുന്നത്? ജോലിക്ക് പോകുന്നുണ്ട്, പഴയ പോലെ നടക്കുന്നുണ്ട്, പക്ഷെ ഈ കൈ ശരിയായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ മറ്റ് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതലും അങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് കുറച്ചുകൂടെ പ്രോത്സാഹനം കൊടുക്കുക. അപ്പം മറ്റ് റിക്കവർ ആകാത്ത കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കാം. അതിന് ഒരു 2 year ടൈം ഫ്രെയിം ഒന്നുമില്ല അല്ലെ? ഇനിയും റിക്കവർ ആവാം. നമുക്കത് അങ്ങനെ കണ്ടീഷൻ ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ലായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർക്ക് ഡിസബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ആജീവന. ഹലോ, ഞാൻ എന്റെ പേര് പ്രീതി എന്നാണ്. ഞാൻ സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ്. ഇപ്പൊ ചോദിച്ചു. ഹലോ, ആവശ്യം മൈക്കൊന്ന് ഓഫ് ചെയ്യോ ഗൗതമി? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഗൗതം എന്ന് പറയുന്ന വ്യക്തി മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഗൗതം എന്ന് പറയുന്ന വ്യക്തി മൈക്ക് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്തു തോന്നുന്നു. ഓക്കെ, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, കേൾക്കാമോ? കേൾക്കാം മാം, കേൾക്കാം. ഓക്കെ, അങ്ങനെ 2 years കഴിഞ്ഞ ഇംപ്രൂവ്മെന്റ് വരുമോ എന്ന് ചോദിച്ചില്ലേ. ഇപ്പൊ നമ്മൾ 2 years അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് റിക്കവറിയെ പറ്റിയാണ് കൂടുതൽ ഒരു 1 year പറയുന്നത്. കാരണം പെട്ടെന്ന് ഇംപ്രൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത 1 വർഷത്തിലുണ്ട് എന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് വരില്ല എന്നില്ല കേട്ടോ. റീഹാബിലിറ്റേഷൻ എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒക്കുപേഷണൽ തെറപ്പി, ഇപ്പൊ കൈയുടെ വിരലുകളുടെ മൂവ്മെന്റ് മാത്രമാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ടുള്ളതെങ്കിൽ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിനെ സമീപിക്കാം. അല്ലെങ്കിൽ ആ കൈക്ക് ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് വരികയില്ല എന്നുള്ളൊരു ഇതില്ല കേട്ടോ. കേൾക്കാമോ ഞാൻ പറഞ്ഞു? ഷൈനി മാഡത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, ഞാൻ പറയാനുള്ളത് എനിക്കൊന്ന് ജീന മാം മാമും പറഞ്ഞു. എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഏത് ഭാഗമാണ് തലച്ചോറിൽ അഫക്റ്റഡ് ആയത്, അത് എത്രത്തോളം സിവിയർ ആണ്, ഇനി ബ്ലീഡിംഗ് ആണോ, നേരത്തെ പറഞ്ഞ പോലെ ടൈപ്സ്, ഏത് ടൈപ്സ് ആണ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് റിക്കവറി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് പ്രീതി മാം പറഞ്ഞതുപോലെ വിത്തിൻ 1 year ആകുമ്പോൾ നമുക്കൊരു ഏർലി റിക്കവറി, ഒരു സ്പോണ്ടേനിയസ് റിക്കവറി നമുക്ക് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റീഹാബിലിറ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമുക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പ്രീതി മാം പറഞ്ഞതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞാൽ റിക്കവറി വരില്ല എന്നല്ല,
പിന്നെ നമ്മൾ തെറപ്പീസ് കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെറപ്പീസ് കണ്ടിന്യൂ ചെയ്യണം. നേരത്തെ പറഞ്ഞില്ലേ കൈയുടെ ഫംഗ്ഷൻ കുറച്ച് കുറവാണെന്ന്. അപ്പൊ നമ്മൾ തെറപ്പി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അത് വേഴ്സൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 വർഷം കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് വരില്ല എന്നല്ല, ഇംപ്രൂവ്മെന്റ് വരും, പക്ഷെ കുറച്ച് സ്ലോ ആയിരിക്കും. ആദ്യത്തെ 1 year വരുന്നത് പോലെ ഒരു സ്പോണ്ടേനിയസ് പെട്ടെന്നൊരു റിക്കവറി ആയിരിക്കില്ല. കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും നമുക്ക് റിക്കവറി വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റാർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോ ഹായ്, ഒരു പറഞ്ഞോളൂ. ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിക്ക്, അവർക്ക് 25-ാമത്തെ വയസ്സില് ഇങ്ങനെ സ്ട്രോക്ക് ഉണ്ടായതാണ്. അപ്പൊ അതിന് യങ് സ്ട്രോക്ക് അങ്ങനെ എന്തോ ആണ് ഡോക്ടർ അതിന് പേരിട്ടത്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു കൊളസ്ട്രോൾ ബാക്ക്ഗ്രൗണ്ടോ ഷുഗർ ഡയബറ്റിക്സ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കുട്ടി കുറെ നാള് ആസ്പിരിൻ 75 mg എടുത്തോണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 2020-ലാണ് സംഭവം. പക്ഷെ ഇപ്പം നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇനി ഭാവിയിൽ ഉണ്ടാകാം അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ഉണ്ടോ? ഭാവിയിൽ ഉണ്ടാകാം എന്നുള്ള കണ്ടീഷൻസ് നമുക്ക് റിസ്ക് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളവർക്ക് നമുക്ക് റിസ്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ ഇല്ല, ഡയബറ്റീസ് എല്ലാം നമുക്ക് പറഞ്ഞാലും ചില കാരണങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ചിലപ്പം കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് വരാം. ചിലപ്പം സ്ട്രെസ് കൊണ്ടാകാം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. അപ്പം നമ്മൾ അറിയപ്പെടാത്ത കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് വരാം. എന്നാല് ഇനി സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കുറച്ച് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് പീരിയോഡിക്കൽ ഒരു മോണിറ്ററിങ് ഈ കുഞ്ഞിന് ആവശ്യമുണ്ട്. ഒരു മെഡിക്കൽ മോണിറ്ററിങ് കുട്ടിക്ക് ആവശ്യമുണ്ട്. മെഡിക്കൽ മോണിറ്ററിങ് നമ്മൾ ഏത് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം? അങ്ങനെ ഇന്നത് ചെയ്ത് നോക്കണം? അത് ന്യൂറോളജിസ്റ്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടി വേണം അത് ചെയ്യാൻ. ന്യൂറോളജിസ്റ്റിന്റെ അഭിപ്രായം വഴിയാണ് അത് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു ന്യൂറോളജിസ്റ്റുമായിട്ട് എപ്പോഴും ഒന്ന് കണക്റ്റഡ് ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്ക് ഡൗട്ട് ഉള്ളത്, ഇപ്പൊ ഞാനൊരു സ്യൂഡോ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സാധാ റിയൽ സ്ട്രോക്കും ഈ സ്യൂഡോ സ്ട്രോക്കും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സഹായിക്കുക സാർ? അപ്പം അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ ഡോക്ടറിന്റെ ഉപദേശം തന്നെ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പൊ ഡോക്ടറും ചിലപ്പോൾ സ്കാനിങ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളായിരിക്കാം. ഷാനി മാഡത്തിന് അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ജീന മാം പറഞ്ഞതുപോലെ സ്യൂഡോ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിന്റെ സിംറ്റംസ് ഒക്കെ വരും. പക്ഷെ അതൊരു ചിലപ്പോൾ റിയൽ സ്ട്രോക്ക് ആയിരിക്കില്ല. പക്ഷേ അതൊരു വാർണിംഗ് സൈൻ ആയിട്ട് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിന്റെ സഹായം നമ്മൾ തേടേണ്ടതാണ്. അത് ആക്ച്വലി കറക്റ്റ് ഡയഗ്നോസിസ് ന്യൂറോളജിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. മറ്റൊരു ചോദ്യം നമുക്ക് ചാറ്റ് ബോക്സിൽ വന്നത് ജെൻഡർ ഒരു ഫാക്ടർ ആണോ എന്നുള്ളതാണ്. നമ്മൾ പഠനപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രോക്കിന്റെ ഇൻസിഡൻസ് വന്നിരിക്കുന്നത് മെയിൽസിനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് എത്രത്തോളം ആകും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും പാരമ്പര്യം, അതേപോലെ തന്നെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ സ്ട്രോക്കിനെ ബാധിക്കും. പഠനപ്രകാരം മെയിൽസിന് സ്ട്രോക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് പഠനം പറഞ്ഞിരിക്കുന്നത്. ജോസഫ് ക്രിസ്ത്യനെയാണ് ചോദ്യം ചോദിച്ചത്. വ്യക്തമായി എന്ന് മനസ്സിലാകും വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും? അതായത് ഹലോ മാം, പറഞ്ഞോളൂ. അതായത് അപ്പച്ചന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മക്കൾക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ മുന്നേ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഹസ്ബൻഡിന് വന്നിട്ടുണ്ടെന്നാണോ? ഹസ്ബൻഡ് അല്ല, ഫാദറിന് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതെ അതെ. നമുക്ക് ജനറ്റിക്സ് അതിനെ ഡെഫിനറ്റ്ലി അഫക്ട് ചെയ്യും. പക്ഷെ നമുക്കത് 100% അടുത്ത തലമുറയിലുള്ള ആൾക്ക് വരാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ മാം, താങ്ക് യു. ഈ ഏജ് ഉണ്ടോ? ഇത്ര ഏജ് തൊട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പണ്ടത്തെ കാലത്തൊക്കെ പഠനപ്രകാരം പറഞ്ഞത് ഒരു 60 എബവ് അല്ലെങ്കിൽ 50 എബവ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതലും സ്ട്രോക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ
യങ് ജനറേഷനും ചിലപ്പോൾ സ്ട്രോക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് 30 ഇയേഴ്സിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിലും വരെ സ്ട്രോക്കിന്റെ സാധ്യതകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ക്ലാസ് വളരെ നന്നായിരുന്നു. മനസ്സിലാവുന്ന രീതിയിലൊക്കെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻസും റിയൽ ലൈഫ് ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുണ്ടോ? ഹലോ മാം, എന്തൊക്കെ ഒരു ലക്ഷണങ്ങളാണ് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സ്ട്രോക്ക് ആയിരിക്കാം ഇതൊന്നും. അതായത് ഇപ്പോൾ സ്ട്രോക്ക് വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലാതെ അതിന്റെ മുൻപുള്ള ദിവസങ്ങളിലോ എന്തെങ്കിലും ഒരു സിംറ്റംസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? കണ്ടിന്യൂസ് ആയിട്ട് തലവേദന, അപ്പം പിന്നെ അതുപോലെ ക്ഷീണം, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. തലവേദന ഒരു മെയിൻ സിംറ്റം ആയിട്ട് തന്നെ പറയുന്നുണ്ട് സ്ട്രോക്കിന്. പിന്നെ നമ്മൾ കൂടുതൽ നമ്മൾ കുറച്ച് പ്രിക്കോഷൻ എടുക്കേണ്ടത് വായുടെ ഭാഗം ഒരു വശത്തോട്ട് പെട്ടെന്ന് ഓടിപ്പോവുക, നമ്മുടെ ഒരു വശത്ത് പെട്ടെന്ന് ഒരു ഭാഗത്ത് ശരീരത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് പെട്ടെന്ന് ഒരു വീക്ക്നെസ് തോന്നുക എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒട്ടും ഡിലേ ആക്കരുത്. കാരണം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അടുത്തുള്ള ലോക്കൽ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകാതെ എത്രയും പെട്ടെന്ന് കുറച്ച് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോൾ ഒരുപാട് ടെക്നോളജിക്കലി കുറച്ച് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പം എത്രയും പെട്ടെന്ന് ഇത്രയും ഒരു 2 hours 3 hours ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു 99% പഴയ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയും. സ്ട്രോക്കിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുപോലുള്ള തലവേദനയാണെങ്കിലും അതുപോലെ വായ് കോടി പോവുക, ചുണ്ട് വശത്തേക്ക് പോവുക, പെട്ടെന്ന് തുപ്പലൊലിക്കുക, അതുപോലെ സ്ലറിംഗ് ഓഫ് സ്പീച്ചിന് എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതാവുക എന്നുള്ള സമയത്ത് എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടതാണ്. ഈ മിക്കവാറും ഈ സിംറ്റംസ് ഒക്കെയാണ് കാണുന്നത്. മിക്കവാറും തലവേദനയാണ് കൂടുതലായിട്ടും പ്രിഡോമിനന്റ് ആയിട്ടുള്ള സിംറ്റം വരുന്നത്. പ്രീതി മാമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഷൈനി മാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മെയിനായിട്ട് തലവേദന, സംസാരം ചെറുതായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്ന പോലെ തോന്നുക, ക്ഷീണം തോന്നുക, അങ്ങനത്തെ സിംറ്റംസ് നമുക്ക് കുറച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ജീന മാഡം പറഞ്ഞ പോലെ ഫാസ്റ്റ്, അതായത് ഫേസ് ഇങ്ങനെ കോടുക, ആ സിംറ്റംസ് ഒന്ന് നോട്ടീസ് ചെയ്യുക. പിന്നെ ഇപ്പൊ ആണെങ്കിൽ മെയിൻ ആയിട്ട് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞ് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് ഒരു സ്ട്രോക്ക് പേഷ്യന്റിനെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള ആശുപത്രികൾക്കാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാം നിങ്ങളുടെ അടുത്ത് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആശുപത്രിയിലോട്ട് തന്നെ ഈ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതായിരിക്കും എത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കിട്ടുകയും എത്രയും വേഗം ട്രീറ്റ്മെന്റ് കിട്ടിയാൽ അത്രയും ഈ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പിന്നെ മുന്നോട്ട് വരുന്നത് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് അടുത്തുള്ളതെന്ന് ശ്രദ്ധിച്ചു വേണം പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി. അതുപോലെ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് മുത്തുലക്ഷ്മി മാഡം ഉണ്ട്. മാഡത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ദിസ് ഇസ് മുത്തുലക്ഷ്മി, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് നിഷില്. എനിക്ക് 2 വിഷയങ്ങൾ വന്നിട്ടില്ല പറയണം. ആദ്യത്തിൽ ചോദിച്ചത് ഒരു വ്യക്തി ചോദിച്ചല്ലേ 2 വർഷം പോസ്റ്റ് സ്ട്രോക്ക് പീരിയഡിന്. സോ ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ദർ ഇസ് എ റിക്കവറി വിൻഡോ പീരിയഡ് എന്ന് പറയും. So 1 to 3 months maximal recovery is possible. 100% വന്നിട്ടില്ല നമ്മൾ recovery expect ചെയ്യാം. But 4 months തൊട്ട് 12 months വരെ recovery will not be 100%. It may be reduced to ഒരു 50 to 70% എന്ന് പറയാം. But after 1 year, because the question was 2 years of post stroke nu paranje and pulliki hand functions vandatla affected nu paranje, but still the person was able to manage and independent. So aa reedila what is my opinion is the person have recovered but residual paralysis nu parayum. Even though the person have recovered completely, or 10 to 20% residual paralysis வந்து சில ஆட்களுக்கு வந்து இருக்கும்.
So I'm thinking this person would be in the residual paralysis phase. That is with respect to the first question. ഇപ്പോ അവസാനം ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ചു വാർണിംഗ് സൈൻസ് ഓഫ് സ്ട്രോക്ക് ഏതെങ്കിലും ഉണ്ടോന്ന്. യെസ്, ഡെഫിനറ്റ്ലി ഉണ്ട്. പ്രീതി മാം, ഷൈനി മാം എല്ലാവരും പറഞ്ഞതുപോലെ ഹെഡേക്ക് വിൽ ബി ദ പ്രിഡോമിനന്റ് സിംറ്റം ഫോളോഡ് ബൈ ദ സ്ലർനെസ് ഓഫ് സ്പീച്ച് ആൻഡ് ദ വീക്ക്നെസ് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ബോഡി. ഇത് പ്ലസ് ഇതനുസരിച്ചു നേരത്തെ ഇത് വരുന്നതിന് മുന്നേ യുവർ വൈറ്റൽസ്, ദാറ്റ് ഈസ് BP, കൊളസ്ട്രോൾ, എല്ലാ വൈറ്റൽസിലെയും വന്നിട്ടുള്ള വളരെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, നേരത്തെ ഒരു ഹൈപ്പർ ടെൻഷൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ യുവർ BP മേ ബി ലൈക്ക് 160 or 180, പെട്ടെന്ന് താഴോട്ട് പോകും അല്ലെങ്കിൽ മുകളിലോട്ട് പോകും. So this is called fluctuations nu parayum. So BP will definitely be a problem, number one. And number two, your hypoglycemia, that is sugar level vandatla taaluttu poradukku நிறைய சான்ஸ் உண்டு. ஸோ ஹைப்போகிளைசீமியா அண்ட் ஃப்ளக்சுவேட்டிங் வேல்யூஸ் ஆஃப் யுவர் வைட்டல் சைன்ஸ், இது ரெண்டும் வந்து വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാർണിംഗ് സൈൻസ് ആണോ. சில சமயத்துல வந்து நம்மள ஒரு தலைவேதனையோ அல்ல BP அல்ல ഷുഗർ വന്നിട്ടുള്ള താഴോട്ട് മുകളിലോട്ട് പോരപ്പോ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ള ജോലിക്ക് ഇറങ്ങും. But that should be a warning sign for us. That should be the alert sign for us to take care of and to intervene immediately. പ്രീതി മാം പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലോ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലില് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു ക്ലിനിക്കിലെയോ അല്ല ഹോസ്പിറ്റലിലെയോ എത്തുമെങ്കിൽ recovery is 100% assured. Hope I answered most of the questions. If you still have questions, you can ask. Thank you, ma'am. ഈ റെസിഡ്യുവൽ പാരാലിസിസ് ക്യൂറബിൾ ആണോ? അല്ല മാം, because as the name implies, residual എന്ന് പറഞ്ഞല്ലേ, അത് എല്ലാ റിക്കവറി കംപ്ലീറ്റ് ചെയ്ത പിന്നെ ഒരു ചെറുതായിട്ട് ഒരു വീക്ക്നെസ് വന്ന് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഹാൻഡ് ഫങ്ഷൻസിന് പറഞ്ഞതല്ലേ മാം, സോ അപ്പോ എല്ലാ വിരലും വന്നിട്ടുള്ള മടക്കാൻ പറ്റും. ബട്ട് ലിറ്റിൽ ഫിംഗറിന് പറയുമ്പോൾ അവസാനം ഒരു ചെറിയ ഫിംഗർ അത് മാത്രം വന്നിട്ടുള്ള ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഒരു മസിൽ വീക്ക്നെസ് വന്നിട്ടുള്ള കാണാൻ പറ്റും. സോ ഇത് 10 to 15% residual paralysis வந்து it is very normal, and especially if it is happening in the elderly person. If a young stroke engil residual paralysis will be very less common, but if the elderly persons la undengil it is the chances and percentage of residual paralysis is bit high. Okay, thank you ma'am. Yes. അതുപോലെ തന്നെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഗോൾഡൻ അവർ ഇൻ സ്ട്രോക്ക് ട്രീറ്റ്മെന്റ്. അതായത് സ്ട്രോക്ക് ട്രീറ്റ്മെന്റിലെ ഏറ്റവും മികച്ച സമയം ഏതാണ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. The first 24 hours is a golden period. First 24 hours. Okay, madam. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് ഉറക്കത്തില് 2-3 പ്രാവശ്യമായിട്ട് ഉറക്കത്തില് എനിക്ക് ബോഡി ഫുൾ മൂവ്മെന്റ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ ഒരു 6 മാസത്തിനിടക്ക് ഒരു 4 പ്രാവശ്യം അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സ്ട്രോക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണ്? ഉറക്കത്തിന്റെ സമയത്താണ് ഇത് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാല് അത് എഴുന്നേക്കാൻ വേണ്ടി ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കാൻ പറ്റുന്നത്. അത് കംപ്ലീറ്റ് മൂവ്മെന്റ് നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. മാംക്ക് ഡയബറ്റീസ് ഹിസ്റ്ററി ഉണ്ടോ? ഡയബറ്റീസ് ഇല്ല മാം. അല്ല, സീഷേഴ്സ് ഹിസ്റ്ററി ഉണ്ടോ? ഫിറ്റ്സ് വരുമോ? ഇല്ല. അല്ല. മാഡത്തോടെ ഏജ് എന്താ? 38. BP ഉണ്ടോ മാം? BP ഇല്ല. അല്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ഇറ്റ് ചെക്ക്. The complete routine checkup ചെയ്യാം. Okay, so that will be a clue. Okay ma'am, ഏത് ഇപ്പൊ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് വിഭാഗത്തിനാണ് കൺസൾട്ട് ചെയ്യേണ്ടത്? അല്ല, ജനറൽ റൂട്ടീൻ ചെക്കപ്പിന് ചെയ്യാം. ജനറൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് കിട്ടിയോ, അവിടെ പോയി ഈ പ്രോബ്ലത്തെ പറയുമെങ്കിൽ ഒരു റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് വന്നിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്യും.
ஸோ நீங்களோட say for example sometimes electrolyte imbalance could be the reason for your the complete stroke like symptoms. ഓക്കെ മാം, കൂടുതൽ സമയം ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോവാണ്. ഡേ ടൈം ആയാലും നൈറ്റ് ആണെങ്കിലും കൂടുതൽ സമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പി മൂഡാണ്. அந்த உறக்கத்துல തന്നെ ഇത് ജാസ്തി കാണും. electrolyte imbalance will be most common when you are sleeping. ഓക്കെ മാം, ഓക്കെ ഓക്കെ ഓക്കെ. Thank you. മുത്തലക്ഷ്മി മാം, ഞാൻ കുറച്ച് ആഡ് ഓൺ ചെയ്തോട്ടെ? Yeah ma'am, please. ഹലോ. Please. ഇപ്പം പറഞ്ഞ വ്യക്തിക്ക് സ്നോറിംഗ് ഉണ്ടോ? കൂട്ടം വലി കൂടുതലായിട്ടുണ്ടോ ഉറക്കത്തിൽ? ഇല്ല മാം, കൂർക്കം വലി ഉള്ളതായിട്ട് ഇല്ല, കൂർക്കം വലി ഇല്ല. നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ചിലപ്പം നമ്മുടെ ഹസ്ബൻഡിനോടോ അതുപോലെ കൂടെ കിടക്കുന്ന ആൾക്കാരോടോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. കൂർക്കം വലി ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഉറക്കത്തില് നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ ബോഡി ഫങ്ഷൻസ് പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊരു വളരെ ഒരു സ്ലോ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് കുറച്ച് റിസ്ക് കൂടുതലാണ്. നമുക്ക് ഒരുപാട് കാർഡിയാക് കണ്ടീഷൻസ് വരാനും സ്ട്രോക്ക് വരാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ബ്രെയിനിലേക്ക് ആ സമയത്ത് ഓക്സിജന്റെ സപ്ലൈ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ, പകൽ സമയത്ത് ഉറക്കം ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതുപോലെ തന്നെ രാത്രിയിലെ ഉറക്കം ശരിയാകാത്തത് കൊണ്ട് ഒരു കറക്റ്റ് ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല. ഈ ബ്രീതിങ് പ്രോബ്ലം ഉള്ളപ്പോൾ നമുക്കൊരു കറക്റ്റ് സൗണ്ട് സ്ലീപ്പ് കിട്ടില്ല. പക്ഷെ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യേയില്ല. അപ്പം അതുകൊണ്ടായിരിക്കാം പകൽ സമയത്ത് ക്ഷീണവും ഉറക്കം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത്രത്തോളം സിംറ്റംസ് ഉള്ളപ്പം ഒന്നുകിൽ ഒരു ന്യൂറോളജിസ്റ്റ് മാഡം മുത്തുലക്ഷ്മി മാഡം പറഞ്ഞതുപോലെ ഒരു ജനറൽ മെഡിസിൻ കാണിക്കാം, അല്ലെങ്കിൽ ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യാം. കാരണം നമുക്കറിയില്ല നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അതിലൂടെ സ്ലീപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം മുത്തുലക്ഷ്മി മാം പറഞ്ഞതുപോലെ ഒരു ജനറൽ മെഡിസിൻ ഒന്ന് കണ്ടിട്ട് ഈ സ്ലീപ്പ് സ്റ്റഡി ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ കെയർ ഓഫ്. കാരണം അതൊരു സീരിയസ് കണ്ടീഷനിലേക്ക് പോകാവുന്ന ഒരു സിംറ്റം ആണ്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സ്ലീപ്പ് സ്റ്റഡി ഒന്ന് ചെയ്യണം നിങ്ങൾക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ഇത്രയും സിംറ്റംസ് പറയുമ്പോൾ മിക്കവാറും അവർ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടും ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. അതുപോലെ വേറൊരു ഡൗട്ട്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചോദിച്ചോളൂ. ഞാൻ 22 വയസ്സുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. എനിക്ക് തൈറോയിഡിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ തൈറോയിഡിന്റെ മരുന്ന് പെട്ടെന്ന് നിർത്തി. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരുന്നത്. ഈ തലവേദന വന്നിട്ടാകുമ്പോൾ തലേന്റെ ഒരു ഭാഗത്താണ് പെയിൻ ഉണ്ടാവുക. സാധാരണ വിക്സ് ആക്ച്വലി ഇതിലൊന്നും മാറില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഈ ഷാളോ തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വലിച്ചിട്ട് കെട്ടും. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ പെയിൻ കൂടി വരും. ഒന്നിലും ഈ പെയിൻ മാറില്ല. അങ്ങനെ ഞാൻ അങ്ങനെയാണ് എന്തായാലും കടന്നിരുന്നത് പകൽ സമയത്ത്. അപ്പൊ അതിനുശേഷം എനിക്ക് ഏത് ഭാഗമാണോ വേദന വന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മൂവ്മെന്റിന് പ്രശ്നം പോലെ, അതേപോലെ ആ സൈഡ് ഇപ്പൊ കണ്ണെല്ലാം അഥവാ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് ഫോൺ നോക്കുന്നതാണെങ്കിൽ ആ സൈഡ് സ്ക്രീൻ ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യലുണ്ട്. അതേപോലെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്, സ്ലീപ്പ് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇത് എന്തെങ്കിലും സ്ട്രോക്ക് ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ആ ഷാള് വെച്ച് കെട്ടിയോണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത്. മറ്റു മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടായിരുന്നോ? തൈറോയിഡിന്റെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതോ? തൈറോയിഡിന്റെ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം ഭയങ്കരമായ ഒരു തലവേദന വരും. ഏത് സൈഡാണോ തലവേദന വന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ പറഞ്ഞ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരുന്നത്. തൈറോയിഡിന്റെ മരുന്ന് നിർത്തി എന്നാണോ പറഞ്ഞത്? ആ ടൈം പെട്ടെന്ന് നിർത്തിനേന്. ഇപ്പൊ കഴിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോഴും തലവേദന വരാറുണ്ടോ? ഇപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി. ആ ഷാള് കെട്ടിയിട്ടാണ് ഞാൻ അന്നേരം ഈ തലവേദന കാരണം കിടക്കല്. അതുകൊണ്ടാണ് തോന്നുന്നത്. തലവേദന വരുന്നതിന്റെ റീസൺ തൈറോയിഡിന്റെ മരുന്ന് നിർത്തിയതാണോ? അല്ല, ഇപ്പവും വരലുണ്ട് തലവേദന ഇപ്പോഴും വരുന്നുണ്ടല്ലേ? ഓക്കെ. ഡോക്ടറെ കണ്ടിരുന്നോ? ആ,
കുറെ ഡോക്ടർ ഇതെന്നാ സംഭവം എനിക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടായിട്ടില്ല. കുറെ ഡോക്ടേഴ്സിനെ കാണിച്ചു, ലാസ്റ്റ് ആയുർവേദം കാണിച്ചു. അവർ പറഞ്ഞു ബ്ലഡ് കുറഞ്ഞിട്ട് അങ്ങനെയാന്ന് പറഞ്ഞു. അതിനുശേഷം തലവേദന വരുന്ന ലേശം കുറവുണ്ട്. ഇപ്പൊ തലവേദന വന്നാൽ അതിന്റെ മെഡിസിൻ കഴിച്ചിട്ട് ഉറങ്ങും. ആള് കെട്ടുന്ന ആ പരിപാടി ഇല്ല. ഓക്കെ, അങ്ങനെ ഭയങ്കര ശക്തിയിൽ വലിച്ചു കെട്ടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ തലവേദന വരുമ്പം ഏതൊരു പ്രത്യേക ഭാഗത്താന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡാണ് തലവേദന വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡാണ് ഈ പറഞ്ഞ സിംറ്റംസ് കാണിക്കുക. ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ എപ്പോഴും തലവേദന, മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടാണോ ഇത്? മൈഗ്രെയിന് പണ്ട് മരുന്ന് കഴിച്ചിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, ഒരു ന്യൂറോളജിസ്റ്റിനെ. അമ്മ, ഇത് ന്യൂറോളജിസ്റ്റിനെ അങ്ങനെ കണ്ടിട്ട് മാത്രമേ ഇതിന്റെ ട്രീറ്റ്മെന്റ് നിങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലത്തെ ചില ട്രീറ്റ്മെന്റ് എടുത്താൽ അത് പെയിൻ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണമെന്നില്ലായിരിക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ ഒന്നുമില്ല, അല്ലെങ്കിൽ സ്ട്രെസ് മൂലമാണ്, അല്ലെങ്കിൽ ടെൻഷൻ മൂലമാണ്, ഹെഡേക്ക്, അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പൊ ഫസ്റ്റ് മെഡിക്കലി ആൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ലാസ്റ്റ് തലവേദന വന്നപ്പോ നേരെ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇതിപ്പോ ചില ആൾക്ക് ഉണ്ടാവും, പീരിയഡ്സിന്റെ ടൈം അങ്ങനെയായിട്ട് ഉണ്ടാവും. ഏകദേശം ഈ തലവേദന വരുന്ന പീരിയഡ്സിന് മുന്നേ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്താല് അങ്ങനെ കുറച്ച് കണ്ടീഷൻ ഡോക്ടർ പറഞ്ഞു. അതിന്റെ മെഡിസിൻ കഴിച്ചു, എന്നാലും ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഒരു കുറച്ചു മുന്നേ ഞാൻ ഇങ്ങനെ തലവേദന വരുമ്പോ ഈ ഷാള് കെട്ടലുണ്ടായിരുന്നു, അന്നേരമാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. മറ്റാർക്കെങ്കിലും ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ മാഡം? ഇല്ല, ഇത് എത്രയും പെട്ടെന്ന് ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ സെൽഫ് ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ തന്നെ ഇത് ട്രീറ്റ്മെന്റ് ആരംഭിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തലവേദനയുണ്ട്, പിന്നെ അത് ചിലപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നാൽ വേറെ എന്തെങ്കിലും ഇതിന്റെ വാർണിംഗ് സിംറ്റം ആണോ എന്ന് നമുക്കറിയില്ല. അതിന് കൂടുതൽ ഫെർദർ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ആൻഡ് ടു ആഡ് ടു ഷൈനി മാം, ഇപ്പൊ ഷൈനി മാം പറഞ്ഞതുപോലെ ന്യൂറോളജിസ്റ്റ് കാണുന്നത് അത്യാവശ്യം. പ്ലസ് ഇപ്പോ പുള്ളി പറഞ്ഞ് യു ആർ ടേക്കിംഗ് പെയിൻ കില്ലേഴ്സ്, തലവേദന വர സമയத்துல வந்துட்டுல பெயின் கில்லர்ஸ்க்கு வந்துட்டுல எடுக்கும்னு പറഞ്ഞില്ല. ദാറ്റ് ഈസ് ടോട്ടലി നോട്ട് അഡ്വൈസ്ഡ്. ബിക്കോസ് യു ആർ ജസ്റ്റ് ട്രീറ്റിംഗ് ദ പെയിൻ. തലവേദന മാത്രം നിവർത്തി ആറதுக்கு നിങ്ങൾ ടാബ്ലറ്റ്സ് കഴിക്കരുത്. ബട്ട് അതിപ്പോ സൊല്യൂഷൻ അല്ലേ. അത് കോസ് എന്താണോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് നിവർത്തി ചെയ്യறதுக்கு മെഡിസിൻസ് കഴിക്കണം, അല്ല ഏതേലും യുക്തികൾ ചെയ്യണം. സോ അതുപോലെ അതാണ് ഇപ്പൊ ഷൈനി മാം പറഞ്ഞ് മെഡിക്കൽ അഡ്വൈസ് ഷുഡ് ബി സോട്ട് ഇമ്മീഡിയറ്റ്ലി. Please don't continue taking the medicines which will worsen the condition, because migraine induced conditions വന്നിട്ടുള്ള കുറേ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ് പീരിയഡ് സമയத்துல മെൻസ്ട്രുവേഷൻ സമയத்துல നിങ്ങളോட പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഇന്നും ഇൻക്രീസ് ആകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റൂൾ ഔട്ട് ദ റീസൺ ഫോർ യുവർ മൈഗ്രെയിൻ, then everything will be put in place by itself. ഞാൻ നേരത്തെ സംസാരിച്ച ഉറക്കത്തില് ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അവരാണേ. അപ്പോ ഞാൻ മൈഗ്രെയിന് വേണ്ടിയിട്ട് ഒരു 8 മാസമായിട്ട് ENT കാണിച്ചിട്ട് ടാബ്ലറ്റ് എടുത്തുകൊണ്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ. മൈഗ്രെയിൻ മാത്രം ENT പറഞ്ഞോ അല്ലെങ്കിൽ വെർട്ടിഗോ ഉണ്ടോന്ന് പറഞ്ഞോ മാം? ഇല്ല, മൈഗ്രെയിൻ ആണ് എന്നാ പറഞ്ഞത്. അപ്പോ ഈ ഡോക്ടർ അപ്പോ ആദ്യം കുറച്ച് മെഡിസിൻസ് തന്നു. 3 months മെഡിസിൻസ് തന്നിട്ട് വീണ്ടും തലവേദന വരുന്നത് കണ്ടിട്ട് മെഡിസിൻസ് മാറ്റി തരുക ചെയ്തേ. അപ്പൊ തലവേദനന്റെ ആ ഒരു അളവ് കുറവുണ്ട്. തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. തലവേദന വരുന്ന സ്ട്രോങ് അത്രയും മുന്നേ വരുന്ന അത്രയും സ്ട്രോങ് ഇല്ല ഇപ്പൊ. പക്ഷെ ആ മെഡിസിൻസ് അതൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, അതുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, അത് എടുക്കാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഭയങ്കര ഉറക്കാണ്. മുഴുവൻ സമയത്തും ഉറക്കം തന്നെയാണ്. പകൽ മുഴുവൻ ഉറങ്ങിയാലും രാത്രിയും അതേ രീതിയിൽ തന്നെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഏത് മെഡിസിൻ കഴിക്കുന്നത് മാം ഇപ്പോ? മെഡിസിനോட പേര് ഓർമ്മ ഉണ്ടാ? പേര് അറിയില്ല. നോ പ്രോബ്ലം. ബട്ട് ഇൻ വാട്ട് എവർ കേസ് യു നീഡ് എ മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ.
നമുക്ക് ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിരുന്നു. നാഫിയാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് അക്ഷരങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായി വായിക്കാൻ കഴിയുന്നില്ല. ഇത് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഏരിയ ആണോ? അതുപോലെ തന്നെ ആഫ്റ്റർ 10 years ഓഫ് സ്ട്രോക്ക് സ്പീച്ച് തെറാപ്പി ഇനി എടുത്തിട്ട് കാര്യമുണ്ടോ? പ്രീതി മാഡം ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? നാഫിയ, മാഡം ആള് ചാറ്റ് ബോക്സിൽ ഇട്ടതാണ്, മാഡത്തിന് ഓക്കെ. ഈ ഇങ്ങനെ വരുന്ന ഈ പ്രോബ്ലം എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്നതിന് ശേഷം വരുന്ന ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് അക്ഷരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ആ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതിന് നമ്മൾ ഇത് ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം നമ്മൾ സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ ഒരു ഏരിയ തന്നെയായത് കേട്ടോ. അപ്പം അവിടെ നമ്മൾ സ്പീച്ച് തെറപ്പി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളും അഡ്രസ് ചെയ്യാറുണ്ട് ക്ലയൻസിന്. അപ്പം ഇത് ഡെഫിനറ്റ്ലി ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൊണ്ട് കാണിക്കണം. ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പേഷ്യൻസിനെയും ഒക്കെ കാണുന്ന ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ അടുത്ത് കൊണ്ടുപോയി ഇത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ 10 yearsന്റെ കാര്യം പറഞ്ഞല്ലോ. 10 yearsന് ശേഷം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് ഇപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ തെറപ്പി എടുക്കുമ്പം വരുന്ന ഇമ്പ്രൂവ്മെന്റിന്റെ സ്പീഡിലായിരിക്കില്ല 10 വർഷത്തിന് ശേഷം തെറപ്പി എടുക്കുമ്പം ഇമ്പ്രൂവ്മെന്റ് വരുന്നത്. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ടും ഇമ്പ്രൂവ്മെന്റ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ബ്രെയിനിന് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് ലേൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബ്രെയിനിനുണ്ട്. അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അപ്പൊ അത് ഉള്ളിടത്തോളം കാലം നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പക്ഷെ സ്പീഡ് കുറഞ്ഞു വരും. അപ്പം നമ്മൾ ആ ഒരു എത്ര ഇയേഴ്സ് കഴിയുന്നതിനനുസരിച്ച് അത്രയും സ്പീഡിൽ നമുക്ക് ചിലപ്പം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മളെ ഇന്റൻസീവായിട്ടുള്ള തെറപ്പി കൊടുത്താൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. അതുപോലെ മുമ്പേ ഗോൾഡൻ അവറിന്റെ കാര്യം ചോദിച്ചിരുന്നു. മുത്തുലക്ഷ്മി മാം പറഞ്ഞതുപോലെ ആദ്യത്തെ 24 മണിക്കൂർ, ആദ്യത്തെ ഒരു ദിവസം ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ആദ്യത്തെ 1 hour, അതായത് ആദ്യത്തെ 60 minutesനുള്ളിൽ സ്ട്രോക്ക് വന്നൊരു പേഷ്യന്റിനെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഒരു 1 hourനുള്ളിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചാൽ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാഡം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഒരു ആദ്യം ഇങ്ങനെ ഒരു തലവേദന പോലെ 2-3 ദിവസം ഫോളോ അപ്പ് ആയിട്ട് തലവേദന ഉണ്ടായിരുന്നു. അതിനുശേഷം 3-ാം ദിവസമാണ് ഇങ്ങനെ തലകറങ്ങി വീണ് പിന്നെ നമുക്കൊരു ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ പാരലൈസ് പോലെ ഒരു ബലമില്ലാത്തൊരു മരച്ചൊരവസ്ഥയിലേക്ക് പോയി. അത് കഴിഞ്ഞ് തന്നെ ആശുപത്രിയിൽ ഒരു 1 hour ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് സ്ട്രോക്കിൻ്റെതായ കണ്ടീഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ചുണ്ടിങ്ങനെ കോടിപ്പോവോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഈ ഒരു മരവിച്ചൊരവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേഷ്യന്റിന്. അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ്. വൈകിട്ട് ഒരു 10 മണി ആയപ്പോഴത്തേക്കിനാണ് പേഷ്യന്റിന്റെ ചുണ്ട് ഇങ്ങനെ കോടിപ്പോയതും ഒട്ടും ഒരു സ്പൂൺ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയതും. അപ്പൊ അങ്ങനെ ഉണ്ടാവുമോ? സഡൻ ആയിട്ട് ഉണ്ടാവാതെ ഉണ്ടാവും. നമ്മൾ ഇതൊരു വാർണിംഗ് സൈൻ ആദ്യം കാണിച്ചത്. നമ്മൾ ഇതിന് ട്രാൻസിയന്റ് അറ്റാക്ക് എന്ന് പറയും. അതായത് ഇപ്പം ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുമ്പോഴാണ് ശരിക്കും സ്ട്രോക്ക് വരുന്നത്. അപ്പം ഇത് പല രീതിയിൽ തടസ്സപ്പെടാം. ഇപ്പം ബ്ലഡിനകത്തൂടെ എന്തെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഫാറ്റ് ഒബ്ജക്റ്റ് ഇങ്ങനെ ഒഴുകി നടക്കുമ്പം അത് പോയി എവിടെയെങ്കിലും സ്റ്റക്കായിരിക്കുമ്പോൾ, ഏതെങ്കിലും ബ്ലഡ് വെസലില് സ്റ്റക്കായിരിക്കുമ്പം സ്ട്രോക്ക് വരാം. അപ്പം ചെറിയ എന്തെങ്കിലും ഇതാണെങ്കിൽ ഇത് ചിലപ്പം കുറച്ചു നേരം ഒന്നിരിക്കും, വീണ്ടും അങ്ങ് ഇതാവും. അപ്പൊ അതിന് നമ്മളൊരു ട്രാൻസിയന്റ്. അപ്പൊ ട്രാൻസിയന്റ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പം ചെറുതായിട്ടൊരു ഫീച്ചേഴ്സ് ആദ്യം കാണിക്കും. അപ്പൊ ആക്ച്വലി അന്നേരം തന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ പേഷ്യന്റിനെ ആശുപത്രിയിൽ എത്തിക്കണം. കാരണം ആ ട്രാൻസിയന്റ് അറ്റാക്സ് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് സൈൻ ആണ്, ഒരു മേജർ സ്ട്രോക്ക് വരാനുള്ളൊരു വാർണിംഗ് സൈൻ ആണ്. അപ്പൊ അങ്ങനെ കാണുമ്പോഴും എത്രയും പെട്ടെന്ന് നമ്മളൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തി സ്കാൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ CT സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം CT സ്കാനിൽ ഒരു കുഴപ്പവും കണ്ടില്ല. അത് കഴിഞ്ഞ് MRI എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ഈ ഉച്ചയ്ക്കുണ്ടായ സംഭവം വൈകിട്ടായപ്പോഴത്തേനും കൂടി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു പേഷ്യന്റിന്. അപ്പത്തേക്കിനും രാവിലെ ആയപ്പോഴത്തേനും പിന്നെ പേഷ്യന്റ് പതുക്കെ നടക്കാനൊക്കെ തുടങ്ങി. സ്ലറിന്റെ സ്പീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതുപോലത്തെ ട്രാൻസിയന്റ് അറ്റാക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരിക, പിന്നെ അങ്ങ് ഓക്കെ ആവും, പിന്നെയും കുറച്ച് കഴിയുമ്പം വീണ്ടും വരും.
എന്തുകൊണ്ടാവും മെയിൻ ആയിട്ട് വരെ? അവർക്ക് ഡയബറ്റിക്സോ കാര്യങ്ങളൊന്നും ഇല്ല, 25 years ഉള്ള ഒരു കുട്ടിയാണ്. അല്ല, നമ്മൾ ഈ ഇസ്കീമിക് അതായത് ബ്ലോക്സ് വരുന്നത് കൊണ്ടാണ് ബ്ലഡ് വെസൽസിൽ. ഇസ്കീമിക് ആയിരുന്നു. ബ്ലോക്സ് വരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ബ്ലോക്സ് ചിലപ്പോൾ ഒരിടത്ത് പോയി ഒരു ബ്ലഡ് വെസലിൽ പോയി ബ്ലോക്ക് ആയിരിക്കും, പിന്നെ അത് ബ്ലഡിന്റെ പ്രഷർ കാരണം അത് വീണ്ടും അങ്ങ് പിന്നെ മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ആ ബ്ലോക്ക് ആകുന്ന സമയത്താണ് ചിലപ്പോൾ ഇസ്കീമിക് ട്രാൻസിയന്റ് ആയിട്ടുള്ള അറ്റാക്സ് വരുന്നത്. പക്ഷേ ഇത് വീണ്ടും മുന്നോട്ട് പോകുന്ന ഉടനെ സിവിയർ ആയിട്ടുള്ള ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആ കുട്ടി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ ഓവർകം ചെയ്ത് ബാക്ക് ടു നോർമൽ ആയി. ഇപ്പം ഏജ് ഒരു ഫാക്ടറാണ്. നമ്മൾ ചെറുപ്പത്തില് ചെറിയൊരു ആൾക്ക് സ്ട്രോക്ക് വരുന്നതും അല്ലെങ്കിൽ 70 years ശേഷം സ്ട്രോക്ക് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇനി അത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ സ്കാനിങ് തന്നെ എടുത്ത് നോക്കേണ്ടി വരുമോ, അതോ ബ്ലഡ് ടെസ്റ്റ്? മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ന്യൂറോളജിസ്റ്റിനെ റെഗുലർ ആയിട്ട് അവർ പറയുന്ന ഡേറ്റിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. അവർ തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. അതാ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യരുത് മരുന്ന് എപ്പം നിർത്തണം, മരുന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഒരു ഡോക്ടറിന്റെ അഡ്വൈസോട് കൂടി മാത്രം, പ്രത്യേകിച്ച് ഒരു ന്യൂറോളജിസ്റ്റിന്റെ അഡ്വൈസോട് കൂടി മാത്രം ഇത് ചെയ്യുക. ഷൈനി മാഡം, എനിക്ക് 1-2 കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് ചോദ്യങ്ങൾ വന്നതിൽ നമുക്ക് മനസ്സിലായത് വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഇപ്പം സ്ട്രോക്ക് പേഷ്യൻസ് നമുക്ക് കൂടുതലാണ്. അപ്പൊ എഫക്റ്റഡ് ആകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ യങ് കുട്ടികൾക്ക് ഇപ്പൊ വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ റീസൺസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും നമ്മളെപ്പോഴേ ഒരു ബർഗർ ആണെങ്കിലും KFC ആണെങ്കിലും അതുപോലെ ജങ്ക് ഫുഡ് നമ്മൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് കൊച്ചു കുട്ടിയല്ലേ എന്നാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അതിറോസ്ക്ലിറോട്ടിക് ചേഞ്ചസ് സ്റ്റാർട്ട്സ് ഏർലി ഇൻ ലൈഫ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ ക്ലോട്ട് വരാനുള്ള ചാൻസസ് നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമുക്ക് അതിനുള്ള പോസിബിലിറ്റി നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡിന്റെ കാര്യത്തിലൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യണം. പിന്നെ ഒരു സെക്കൻഡ് മൊബൈലിന്റെ ഉപയോഗം എന്ന് പറഞ്ഞ പല കുട്ടികളും രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് മൊബൈൽ കാണുകയാണ്. അപ്പൊ അവരുടെ BP ഷൂട്ടപ്പ് ചെയ്യാം, അവർക്ക് സ്ലീപ്പിന്റെ പാറ്റേൺ അഫക്റ്റഡ് ആകാം. ഇങ്ങനെയൊക്കെയുള്ള സമയത്തും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ ഇപ്പം നമ്മുടെ വെഹിക്കിൾസ് നമുക്ക് ഭയങ്കര കൂടുതലാണ്. ഒന്നാമത് ബൈക്കൊന്നും ഇല്ലാത്ത ഒരു 18 വയസ്സാവുമ്പം അതിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് ബൈക്കും സ്കൂട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കാനുള്ള ചാൻസ്, നമുക്ക് നമ്മുടെ മൊബിലിറ്റി ഒരുപാട് കുറയുകയാണ്. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ഫാക്ടറാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, മൊബിലിറ്റി കൂട്ടുക, അതുപോലെ സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊന്ന് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് ഈ ഏർലി സ്ട്രോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു. നമുക്ക് മറ്റൊരു ചാറ്റ് ബോക്സ് ചോദ്യം വന്നിട്ടുള്ളത്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ട്രോക്കിന്റെ റിസ്ക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ഇത് ചോദിച്ചിട്ടുള്ളത്. റിലേഷൻ ബിറ്റ്വീൻ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് റിസ്ക് ഓഫ് സ്ട്രോക്ക്. അതെ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു പേഴ്സണിന് സ്ട്രോക്കിന്റെ റിസ്ക് വളരെയധികം കുറവായിരിക്കും. അപ്പം കാരണം ഇപ്പൊ പക്ഷെ എല്ലാവർക്കും നമ്മുടെ ജോലിയോടനുബന്ധിച്ച് തന്നെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. ഒരു IT പ്രൊഫഷണലാണെങ്കിൽ, ഈവൻ ഒരു ഡോക്ടർ ആണെങ്കിൽ പോലും ഇരുന്നിട്ടുള്ള ജോലിയാണ് കൂടുതലും. അപ്പം ഒരു സെഡൻഡറി വർക്ക് സ്റ്റൈൽ ആവുമ്പം നമ്മുടെ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് നമ്മുടെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞ് സ്ട്രോക്ക് അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയം ഒരു റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ഇപ്പം കാരണം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ½ an hour കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളത് കൊണ്ടുപോകുന്നത്. അപ്പം ആ ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. അപ്പൊ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഈ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഡെഫിനറ്റ്ലി ഫിസിക്കൽ ആക്ടിവിറ്റിയും സ്ട്രോക്കും തമ്മിൽ വളരെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം, എനിക്ക് ഹാർട്ടിന്റെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഹാർട്ട് അഫക്ട് ചെയ്തിട്ട് നമുക്ക് സ്ട്രോക്ക് വരാം. അപ്പം നമ്മൾ ഈ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരാൾക്ക് ആക്ച്വലി നമ്മൾ തന്നെ ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്നത് പോലെയാണ്. ഇപ്പൊ നമുക്ക് ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്യും. കാരണം നമ്മുടെ ചെറിയ ബ്ലഡ് വെസൽസ് കുറച്ചുകൂടി ആക്റ്റീവ് ആകും. അപ്പം നമ്മൾ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് എവിടെയെങ്കിലും വന്നാൽ പോലും ഈ കൊളാട്രൽസ്
വെസൽസ് അല്ലെങ്കിൽ ചെറിയ ബ്ലഡ് വെസൽസ് ആക്ടിവേറ്റ് അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഹാർട്ട് കുറച്ചുകൂടെ നമുക്ക് സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി അത്യാവശ്യം തന്നെയാണ്. താങ്ക് യു മാഡം. അതുപോലെ നമ്മുടെ ചാറ്റ് ബോക്സിൽ മറ്റൊരു ചോദ്യം വന്നത് ബിയാ മഹേഷ് മരിയാണ് ചോദിച്ചിട്ടുള്ളത്. തന്റെ ഗ്രാൻഡ് മദറിന് 74 വയസ്സുള്ള ഗ്രാൻഡ് മദറിന് ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് റിഡൻ ആണ് ആള്, അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് ഷുഗർ ലെവൽ കാണിക്കുന്നുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആൾക്ക് സ്ട്രോക്ക് വരാനുള്ള എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് സാധ്യത ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മാനേജ് ചെയ്യാനും മെഡിക്കലി നമുക്ക് അഡ്വൈസ് തേടാനും എളുപ്പം നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുള്ളത് അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഉചിതം. പിന്നെ വേറൊരാള് സ്ട്രോക്ക് RPWD ഡിസബിലിറ്റിയിൽ വരുമ്പോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ട്രോക്ക് എന്ന കണ്ടീഷൻ RPWD ഇല്ല. പക്ഷെ സ്ട്രോക്ക് മൂലം അദ്ദേഹത്തിന് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെ ശാരീരിക വൈകല്യങ്ങളോ വരുമ്പോൾ ഏകദേശം 1 വർഷമൊക്കെ കഴിയുമ്പം ആ ഒരു ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ലോക്കോമോട്ടർ ഡിസബിലിറ്റി എന്നുള്ള കണ്ടീഷനൊക്കെ നമുക്ക് ചിലപ്പം ആ രീതിയിൽ ഡിസബിലിറ്റി ചിലപ്പം കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കാം. താങ്ക് യു മാഡം. മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സ് വന്നത് തന്റെ ഹസ്ബൻഡിന് 59 വയസ്സുണ്ട്, ആൾക്ക് ഹൈപ്പർ ടെൻഷന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതുപോലെ സ്ലീപ്പ് അപ്നിയ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൂർക്കം വലിക്കുന്നുണ്ട്, എന്നും തലവേദനയുണ്ട്, സിവിയർ തലവേദനയാണ്, ചിലപ്പോൾ ചെവിയുടെ മുകളിലും ബാക്കിലുമായിട്ട് പെയിൻ ഉണ്ടാകും, BP 150, 100, 140, 100 ഇങ്ങനെയാണ്, ചിലപ്പോൾ കയ്യിൽ തരിപ്പുണ്ടാവാറുണ്ട്, CT സ്കാൻ ബ്രെയിനിന്റെ എടുക്കേണ്ടി വരുമോ, അത് തൈറോയ്ഡ് ഹോർമോൺ നോർമൽ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറിന് മാത്രമേ ഈ രീതിയിലുള്ള സംശയങ്ങളെ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പം കാണുന്ന ഡോക്ടറെ തന്നെ കണ്ടിട്ട് ഈ ബുദ്ധിമുട്ടുകൾ പറയുന്നതായിരിക്കും നല്ലത്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയിലോട്ട് പോകുന്ന ഒരു സിംറ്റംസ് ആണ് ഇപ്പം കാണിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് അത് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഓക്കെ മാം. മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് കണ്ടിന്യൂസ് സ്ട്രെസ് ഓർ പ്രൊലോങ്ഡ് സ്ട്രെസ് സ്ട്രോക്കിലേക്ക് ലീഡ് ചെയ്യുമോ എന്നുള്ളതാണ്. സ്ട്രെസ് ഡയറക്റ്റ് സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ സ്ട്രെസ് മൂലം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുവാണെങ്കിൽ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ട്രെസ് മൂലം അമിതമായിട്ട് പുകവലി, മദ്യപാനം, ആരോഗ്യമല്ലാത്ത ഭക്ഷണം കഴിക്കുക, ഉറക്കത്തിനുള്ള മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അത് സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുണ്ട്. താങ്ക് യു മാം. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് തന്റെ ബ്രദർ 26 വയസ്സുള്ള തന്റെ സഹോദരന് BP കൂടുതലുണ്ട്, ആ ടൈമിൽ തലവേദന വരാറുണ്ട്, അതൊരു സിംറ്റംസ് ആണോ സ്ട്രോക്കിന്റെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് സ്ട്രോക്കിനുള്ള പറഞ്ഞോളൂ ജീന മാം. ഷാനി മാഡം പറഞ്ഞോളൂ മാം. അത് സ്ട്രോക്കിന്റെ സിംറ്റം ആണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്ട്രോക്കിലേക്ക് വഴിതെളിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം അതുകൊണ്ട് BP കൂടുതലുള്ള ആളെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഇപ്പൊ പറഞ്ഞു അപ്പൊ BP കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്സ് ഓഫ് സ്ട്രോക്ക് പറഞ്ഞില്ലേ, അപ്പം അതുപോലെ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിന് ഡെഫിനറ്റ്ലി അത് BP കുറയ്ക്കാനുള്ള ഇപ്പൊ കഴിക്കുന്നുണ്ടോ മെഡിസിൻസ് ചാറ്റ് ബോക്സിൽ വന്നതായിട്ട് അറിയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അത് എത്രയും പെട്ടെന്ന് BP കുറയ്ക്കാനുള്ള മെഡിസിൻസ് കഴിക്കേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അത് സ്ട്രോക്കിലേക്ക് വഴിതെളിക്കും. സന്ധ്യയാണ് ചോദിച്ചിട്ടുള്ള സന്ധ്യ കേസ്. ആളിപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റി ചോദിക്കാന്നാണ്. മറ്റെന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ മോട്ടോർ എബിലിറ്റി അല്ലെങ്കിൽ നടക്കാന് കൈയൊക്കെ ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ സംസാരത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ വെച്ച് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ.
PWD ആക്ട് പ്രകാരം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് അവർക്ക് 40% കൂടുതൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന് അർഹരായിരിക്കും. മാം, എനിക്ക് ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഈ സ്ട്രോക്ക് ഇപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് വരിക, അപ്പോൾ അവരെ വേഗം ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നേരത്തെ മുത്തുലക്ഷ്മി മാം പറഞ്ഞതുപോലെ ഗോൾഡൻ അവർ ഉള്ളിലാണെങ്കിൽ, അത് ഒരു വിത്തിൻ 1 hour ആണെങ്കിൽ അല്ലെങ്കിൽ വിത്തിൻ 3 hours ആണെങ്കിൽ ഇപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ത്രോംബോലൈസ് ചെയ്യാന്നുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. നേരത്തെ മാം പറഞ്ഞല്ലോ, പെട്ടെന്ന് ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസിലോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വേറെ ഡിസബിലിറ്റി ഒന്നുമില്ലാതെ ഒരു 100% അല്ലെങ്കിൽ ഒരു 95 to 99% ആ വ്യക്തിയെ നമുക്ക് ആ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഉടനെ കൊണ്ടുപോവുകയാണെങ്കിൽ. പിന്നെ അഥവാ ലേറ്റ് ആയി പോവുകയാണെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഇത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കില്ല. ആക്ച്വലി സ്ട്രോക്ക് വരുന്ന മുമ്പ് അതിന്റെ സിംറ്റംസ് ഈ സിവിയർ ഹെഡ് ഏക്ക് പോലുള്ളതാണോ, അതോ വേറെ വല്ല സിംറ്റംസും ഉണ്ടോ? സിംറ്റംസ് നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞിരുന്നു. സിവിയർ ഹെഡ് ഏക്ക് വരാം. പിന്നെ അതുപോലെ വൈറ്റൽ സൈൻസ്, കൂടുതൽ വൈറ്റൽ സൈൻസ് BP, കൊളസ്ട്രോൾ എന്നൊക്കെ വളരെ കൂടുതലായിരിക്കും. പിന്നെ ഷുഗർ ലെവൽസ്, ഡയബറ്റിസ്, പിന്നെ അതുപോലെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തോന്നുന്ന തളർച്ച അല്ലെങ്കിൽ ടോട്ടലി ഒരു ഫറ്റീഗ്, ക്ഷീണം തോന്നുന്ന അവസ്ഥ, പിന്നെ ചുണ്ട് ഒരു വശത്തേക്ക് കോടിപ്പോവുക, പിന്നെ നാക്ക് തിരിയാതിരിക്കുക, ഇപ്പൊ സംസാരിക്കുമ്പം അത് ക്ലാരിറ്റി ഇല്ലാതാവുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല, അതൊക്കെ അപ്പോ പെട്ടെന്ന് വരുന്നതിന്റെ തൊട്ട് മുമ്പ്, അങ്ങനെയല്ല. ഇത് വരുന്ന 1 week അങ്ങനെയൊക്കെ മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന പോലെ കിട്ടുമോ? തലവേദന വരാം. അതുപോലെ BP ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് BP യിൽ ചിലപ്പം ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൊണ്ട് അതൊക്കെ ഒരു സ്ട്രോക്കിനുള്ള സിംറ്റം ആയിരിക്കാം. പിന്നെ ഇമ്മീഡിയറ്റ് സിംറ്റംസ് പിന്നെ പെട്ടെന്ന് ഈ സിംറ്റംസ് ഒക്കെ കാണുമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഓൾമോസ്റ്റ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ പറ്റും. ഇത്രത്തോളം സ്ട്രോക്കിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. തലവേദനയാണ് മെയിൻ സിംറ്റംസ്. മിക്കവാറും ഒരു 1 week മുമ്പ് തന്നെ നല്ല തലവേദന കാണിച്ചു തുടങ്ങും. മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നത്, 26 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭാഗത്ത് മാത്രമായി ഹെഡ് ഏക്ക് വരുന്നുണ്ട്. ചെറിയ ട്രാവൽ പോലും ഹെഡ് ഏക്കിന് കാരണമാകുന്നുണ്ട്. BP 57-97 ആണ്. ഇത് എന്തെങ്കിലും പ്രോബ്ലം ആണോ, അത് സ്ട്രോക്കിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആണോ ചോദിക്കുന്നത്? പല കാരണങ്ങളുണ്ടായിരിക്കാം തലവേദന വരുന്നതിന്റെ. അപ്പൊ അതില് നിങ്ങൾക്ക് മെഡിക്കൽ കണ്ടീഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടോ അതോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേഞ്ചസ് ഉണ്ടായെങ്കിലാണോ തലവേദന വരുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇതേപോലെ നമ്മുടെ ശരീരം തരുന്ന സൂചനകളൊക്കെ മാക്സിമം അവഗണിക്കാതെ കറക്റ്റ് ആയിട്ടുള്ളൊരു മെഡിക്കൽ പ്രൊഫഷനെ കണ്ട് അഡ്വൈസ് തേടുന്നതാണ് ഉചിതം. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ന്യൂറോ റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് നിഷിൽ അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ളതിൽ. നിഷിൽ അവൈലബിൾ ആണ്. ഇൻപേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഇൻപേഷ്യൻസ് ഇല്ല നിഷില്, ഔട്ട് പേഷ്യൻസ് ആണ്. പക്ഷേ എല്ലാ പ്രൊഫഷണൽസും ഇത് റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ് ഉണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്. റീഹാബിലിറ്റേഷനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. പക്ഷേ ഇൻപേഷ്യന്റ് ഫെസിലിറ്റി നിഷിലില്ല. നടാഷ SG എന്നൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ്സസ് കമ്മ്യൂണിറ്റീസിൽ സ്ട്രോക്ക് റിലേറ്റഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നിഡാസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ എന്തെങ്കിലും ചാറ്റ് ബോക്സ് ഷെയർ ചെയ്യുകയോ ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഡാസിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ആ കാര്യം ഓർപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമ്മൾ മീറ്റിംഗ് അവസാനത്തിൽ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി ആരും ചോദ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മളോട് അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ജീന മാത്യു മാഡത്തിനും, ഈ സെഷനിൽ പാനൽ മെമ്പേഴ്സായി
ഇരുന്ന ഷൈനി മാഡം, പ്രീതി സുസൻ റെനി, മുത്തുലക്ഷ്മി മാഡം എന്നിവർക്കും നന്ദി അറിയിക്കുകയാണ്. അടുത്ത നിഡാസ് കോക്ലിയർ ഇംപ്ലാന്റേഷനിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒക്ടോബർ മാസം 7-ാം തീയതി നടത്തപ്പെടുന്നതാണ്. ഈ മീറ്റിംഗിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ നിഡാസ് ടീമുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പിലും ഈ വിവരം അറിയിക്കുന്നതായിരിക്കും. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പം മീറ്റിംഗിൽ ലെഫ്റ്റ് ചെയ്യാവുന്നതാണ്.